എസ് ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പ്രത്യേകിച്ചും പുതിയ സുഹൃത്തുക്കൾക്ക്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ ചൊവ്വാഴ്ച നേരത്തെ നമ്മൾ വേറൊരു ദിവസമായിരുന്നു, വ്യാഴാഴ്ച ആയിരുന്നു നമ്മുടെ മീറ്റിംഗ്. ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് ചൊവ്വാഴ്ചത്തേക്കാക്കി. മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം. ഏതായാലും നിങ്ങളോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. ഈ പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം വെച്ചാൽ പല ആൾക്കാരും വിചാരിക്കുന്ന പോലെ ആൽക്കഹോളിസം റയറസ്റ്റ്, വളരെ അപൂർവ രോഗങ്ങളിൽ ഒന്നാണെന്നാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത്. കുടിയൊരു പ്രശ്നം അല്ലാത്ത ആൾക്കാരും അതിനെപ്പറ്റി അറിയണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരും മദ്യപാനം ഒരു രോഗമാണെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നില്ല. പല ആൾക്കാരും വിചാരിക്കുന്നത് അത് റയറസ്റ്റ് ഓഫ് ദ ഡിസീസസ്, രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വളരെ അപൂർവമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടൊന്നും അല്ലാത്തൊരു നിസ്സാര രോഗമാണെന്നൊക്കെയാണ് പല ആൾക്കാരുടെയും പൊട്ടത്തരത്തിലുള്ള ഒരു ധാരണ. ഇതാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കും അത്ഭുതം തോന്നും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. വളരെയധികം മദ്യം കഴിച്ച് അതിന് അടിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ വരെയും വിചാരിക്കുന്നത് അതൊരു രോഗമൊന്നുമല്ല, അതൊരു നിസ്സാര കാര്യമാണെന്ന് വിചാരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ വലിപ്പം എന്താണെന്ന് വെച്ചാൽ, ആർക്കും ഇല്ലാത്ത വലിയൊരു ധാരണ, ഒരു അറിവ്, ആ അറിവിൽ കൂടി ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു പരിപാടി, ഒരു പ്രോഗ്രാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ ആ ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ ഇന്ന് മദ്യം കഴിക്കുന്ന ആൾക്കാരുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് 12 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാരുടെ കണക്കെടുക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസവും മദ്യം കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കണം. അങ്ങനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ മദ്യത്തിന് അടിപ്പെട്ട് ജീവിക്കുന്നുണ്ട്, മദ്യം കഴിക്കുന്നുണ്ട്. അത് ഓരോ ആൾക്കാരുടെയും മദ്യം കഴിക്കൽ ഓരോ തരത്തിലാണ്. അത് അനേകം കോടി ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഞാനീ പറഞ്ഞില്ലേ, 12 വയസ്സിന് മുകളിലേക്കുള്ളവരുണ്ട്, കൗമാരക്കാരുണ്ട്, ചെറുപ്പം, യങ് അഡൽട്ട് ഉണ്ട്, മിഡിൽ അഡൽട്ട് ഉണ്ട്, ഓൾഡർ അഡൽട്ട് ഉണ്ട്. പിന്നെ പ്രായമുള്ളവർ വളരെ കുറച്ച് പേര്. കാരണം ഈ പ്രായമുള്ളവർ അധികം പേരുണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഏർലി ഡെത്ത്. മനുഷ്യരുടെ കാര്യത്തിൽ ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത്. അത് സ്വാഭാവികമായിട്ടും മരണസാധ്യതയുള്ള 200 രോഗങ്ങൾ, അതുപോലെ ശാരീരികം, മാനസികം, വൈകാരികം, അതുപോലെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, ക്രിമിനൽ സ്വഭാവമുള്ള, നിയമലംഘനമുള്ള, ആക്സിഡൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട്, സൂയിസൈഡുമായിട്ടും ഹോമിസൈഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി പോകുന്ന ഒരു രോഗം, അതുപോലെ ഫാമിലി സെപ്പറേഷനുള്ള രോഗം. ഇതൊക്കെ കൂടി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്പർ 1 യാതനകൾ അനുഭവിക്കുന്ന രോഗം എന്ന് പറയാം. നമ്പർ 1 ഏറ്റവും കൂടുതൽ യാതനകൾ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന രോഗം. അയാൾ മാത്രമല്ല, അയാളുടെ കൂടെ ജീവിക്കുന്നവരും, അയാൾ എവിടെയൊക്കെ പോകുന്നു, എവിടെയൊക്കെ ജോലി ചെയ്യുന്നു, അവിടെയുള്ളവരും അയാൾ മൂലം യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നൊരു രോഗം. ഈ കാര്യമൊന്നും സാധാരണ ആളുകളിലേക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടികിട്ടില്ല. അവർക്ക് അത് വിശ്വസിക്കാനേ പറ്റില്ല. അവർ ആ ജീവിതത്തിൻ്റെ ഉള്ളിൽ എന്ന് അകപ്പെടുന്നു അന്ന് അവർക്കത് മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം ഇത് അനുഭവങ്ങൾ ഭയങ്കര സംഭവമാണ്. നമ്മുടെ ഈ സൂക്കേടിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ
ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, ഒരു വാക്കാണ് അനുഭവങ്ങൾ. നമ്മളത് ഉപയോഗിച്ചിട്ടാണ് ഒരാളിലേക്ക് സന്ദേശം എത്തിക്കുന്നത്. ഒരാൾ രക്ഷപ്പെടുന്നതും അതിൽ കൂടിയാണ്, രക്ഷപ്പെടാത്തതും അതിൽ കൂടിയാണെന്ന് പറയാം. കാരണം വെച്ചാൽ അനുഭവങ്ങൾ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സൂക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുഭവം വേണം, രക്ഷപ്പെടാത്ത അനുഭവമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്ന് മുഖം കാണിച്ചിട്ടൊക്കെ എത്രയോ ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരുന്നു, എത്രയോ ആൾക്കാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അപ്പോൾ അനുഭവങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. അനുഭവങ്ങൾ സ്വീകരിക്കുന്ന അനുഭവങ്ങളുണ്ട്, സ്വീകരിക്കാതെ ജീവിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ അനുഭവം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെറിട്ടറി, ഒരു മേഖലയാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ പ്രോഗ്രാം. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ഈ എല്ലാ ചൊവ്വാഴ്ചയും ഇങ്ങനെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്? ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇത് തന്നെ ഒരു അഡിക്ഷൻ്റെ ഒരു ഭാഗമാണോ ഈ ടോക്കിംഗ് ഫോർ ദിസ് പർപ്പസ്? ഇത് ഒരു അഡിക്ഷൻ്റെ, ആളുകൾക്ക് അഡിക്ഷൻ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരം നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് അഡിക്ഷൻ എന്നുള്ള അവർ ശരിക്കും അതിനൊരു നിർവചനമുണ്ട് അഡിക്ഷൻ എന്നുള്ളതിന്. അപ്പോൾ അത് അവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഞാനൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഈ മദ്യാസക്ത രോഗം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ, ഞാനൊരു മദ്യപാന രോഗിയല്ലെങ്കിലും ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിച്ചു. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ മരിച്ചുപോയ ആൾക്കാർ, വളരെയധികം ആൾക്കാർ, ബന്ധുക്കൾ, അച്ഛൻ, അതുപോലെ മറ്റ് കുഴപ്പങ്ങൾ വളരെയധികം ഉണ്ടായിരുന്ന ആളുകൾ, പിന്നെ എന്നെ ഞങ്ങൾ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ സമയത്ത് നമ്മുടെ അധ്യാപകർ, സുഹൃത്തുക്കൾ, മരിച്ചുപോയ ഒത്തിരി സുഹൃത്തുക്കൾ, വളരെയധികം ബന്ധുക്കൾ, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. അതെല്ലാം വളരെ ഓർക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് രോഗം എന്നുള്ള നിലയിൽ ഇത് മനസ്സിലാക്കുകയും വ്യക്തിപരമായിട്ട് ഇത് വഹിക്കുന്ന ആ രോഗഭാരം, ഏതൊരു രോഗത്തിനും ഉള്ളൊരു വലിയ പ്രശ്നം, അതൊരു രോഗഭാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. ഈ രോഗഭാരം വ്യക്തിക്കും ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നവർക്കുണ്ടാവുന്നുള്ളതാണ് പ്രത്യേകത. അത് ബേർഡൻ ഓഫ് ഡിസീസ് എന്ന് പറയും. ബേർഡൻ, അതൊരു രോഗത്തിൻ്റെ ഭാരം. അപ്പോൾ ഒരു ഉദാഹരണം, ഈ മദ്യപാനം തന്നെ വേണമെന്നില്ല. ഒരു പ്രമേഹ രോഗി, ഒരു കുടുംബനാഥനാണ് ഒരു പ്രമേഹ രോഗി. അയാളുടെ രോഗം ആ കുടുംബം രോഗഭാരമായിട്ട് അവർ താങ്ങേണ്ടി വരുന്നുണ്ട്. എപ്പോഴൊക്കെയാണ്? അയാൾ കിടപ്പിലാവുമ്പോൾ, അയാളുടെ കാല് മുറിച്ച് കളയുന്ന സമയത്ത്, ആ പ്രമേഹ രോഗം അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് അതിനിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിൽ അയാൾ ICUവിൽ കിടക്കുമ്പോൾ, അതുപോലെ അയാളുടെ വൃക്കകൾ കേടുപറ്റിയിട്ട് ഡയാലിസിസിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അയാളെപ്പറ്റി ഓർത്തിട്ട് അയാളുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന ആ രോഗഭാരം, അയാൾ അനുഭവിക്കുന്ന രോഗഭാരം അത് നിസ്സാരമൊന്നുമല്ല. അയാളൊരു ഏണിംഗ് മെമ്പർ, ഒരു ഫാമിലിയുടെ സപ്പോർട്ടാണ്. അത് പോവുകയാണ്. അപ്പോൾ ഒരു കുടുംബം അങ്ങനെ ചെതറിപ്പോകാൻ പോവാണ്. അതേ രീതി തന്നെയാണ് പല ദീർഘകാല രോഗങ്ങളുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദീർഘകാല രോഗങ്ങളുടെ പട്ടികയിൽ ഒരു നമ്പർ വൺ ഡിസീസാണ് ആൽക്കഹോളിസം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു വലിയൊരു പുസ്തകമാണെങ്കിൽ
ഈ രോഗം ഒരു വലിയ പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൽ അനേകം ചാപ്റ്ററുകൾ ഉണ്ട്. ആ ഓരോ ചാപ്റ്ററും മറ്റു പല രോഗങ്ങളാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പ്രമേഹ രോഗമുണ്ട്, ഹൈപ്പർ ടെൻഷൻ രോഗമുണ്ട്, അതുപോലെ ക്യാൻസറുകളുണ്ട്, വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, മസിൽസ് മാംസപേശികളെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, ലിവർ ഡിസീസസ് ഉണ്ട്, ഞരമ്പ് രോഗങ്ങളുണ്ട്, കേന്ദ്ര നാഡീവ്യൂഹം എന്ന് പറഞ്ഞ തലച്ചോറിനെ ബാധിക്കുന്നതുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നതായതുകൊണ്ട് സ്വഭാവ രോഗങ്ങളുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗമുണ്ട്, മാനസിക രോഗങ്ങളുണ്ട്. അപ്പം ഓരോരോ ചാപ്റ്ററുകളും രോഗമാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇത് ഒരു കാലദൈർഘ്യമുള്ള ഒരു രോഗം. ഒരാൾ മരിച്ചു പോകുന്നവർ ഈ സൂക്കേടിൻ്റെ ലക്ഷണങ്ങളും അത് അലട്ടിക്കൊണ്ടിരിക്കും. അയാളെയും അയാളുടെ കുടുംബത്തെയും അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗം. അപ്പോൾ അത് വെച്ച് തന്നെ ഇത് നമ്പർ 1 ജയന്റ് കില്ലർ എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്പർ 1 ജയന്റ് കില്ലറാണ്. അത് ഒറ്റയ്ക്ക് എടുക്കലല്ല, ഞാനത് ഒറ്റയ്ക്ക് എടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഈ മദ്യാസക്ത രോഗം ഒറ്റയ്ക്ക് ഒരു രോഗമായിട്ട് കരുതേണ്ടതില്ല. കാരണം അതൊരു പാലം, മറ്റ് ലഹരി വസ്തുക്കളിലേക്ക് ഒരു പാലം ഉണ്ടാക്കുന്നുണ്ട്. അത് ടുബാക്കോ, പുകയിലയോ സിഗരറ്റോ മറ്റ് ലഹരി വസ്തുക്കൾ. ഇപ്പോഴത്തെ കാലത്ത് അത് ഭയങ്കര ഉറപ്പായ കാര്യമാണ്. മറ്റ് ലഹരി വസ്തുക്കളിലേക്കൊരു പാലം പണിതിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർന്നിട്ട് നമ്പർ 1 ജയന്റ് കില്ലറാണ്. അത് ക്യാൻസറിൻ്റെ കാര്യത്തിലും ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിലും എല്ലാ രോഗങ്ങളെയും കൂടി കൂട്ടി വെച്ചിട്ടുള്ള ആ കാര്യത്തിൽ ഇത് നമ്പർ 1 ഡിസീസാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തണം. പക്ഷെ ഇങ്ങനെ വെറുതെ ഒരു പറച്ചിലൊന്നുമല്ല, ദർ ഇസ് എവിഡൻസ്. അപ്പോൾ മദ്യാസക്ത രോഗത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സൃഷ്ടിക്കപ്പെട്ടത് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ഇതിൻ്റെ സ്ഥാപകർ പറഞ്ഞിരിക്കുന്നത് ഇത് സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട ലോകത്തിലെ ജനങ്ങളുടെ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന ആധുനിക ആധുനികം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക മോഡേൺ മെഡിസിൻ അങ്ങനെയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും അതുപോലെ മനുഷ്യനായിട്ട് അയാൾ വിലയിരുത്തുന്ന ഏറ്റവും കൂടുതൽ വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് മനുഷ്യത്വം ഉണ്ടെന്നുള്ളതാണ്. ഈ മനുഷ്യത്വം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതൊരു പൊതുവായിട്ട് പറയുന്ന ഒരു ആത്മീയ ബോധം എന്നൊക്കെ പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒരു ആത്മീയ ബോധത്തിലും അതുപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിത്തറയിലാണ് ഈ പ്രോഗ്രാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഒരു മനുഷ്യത്വം എന്ന നിലയിൽ എന്താണ് ഈ മനുഷ്യത്വം ഇതിൽ വരാൻ കാരണം നമ്മുടെ ഈ ബ്രെയിനിൽ ആണ് ഇതിൻ്റെ അടിത്തറ. നമ്മുടെ ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് ഒരു ബോധത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ട്. ആ മനസ്സിൽ നമ്മൾ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യത്വവും അതിനോടനുബന്ധിച്ചുള്ള കരുണ, സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ത്യാഗം. കാരണം നമുക്കറിയാം മനുഷ്യനും തമ്മിലുള്ള ഈ പരസ്പരം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് പരസ്പരം. ആ വാക്കില്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഇല്ല. പരസ്പരം ഒരു മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. വെറും ബന്ധമല്ല. ബന്ധം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനങ്ങൾ അനവധിയുണ്ട്. അതിൽ വില്യം ജെയിംസ് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് സ്ഥാപിക്കാനായിട്ട് വിൽ വിൽസൺ
ബിൽ വിൽസൺ സ്വീകരിച്ച ഏറ്റവും വലിയൊരു പുസ്തകമാണ് വെറൈറ്റീസ് ഓഫ് സ്പിരിച്വൽ എക്സ്പീരിയൻസസ്. പല തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നൊരു പുസ്തകം ഈ ഫിലോസഫിയുടെയും അതുപോലെ തന്നെ സൈക്കോളജിയുടെയൊക്കെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ്. ആ വില്യം ജെയിംസ് പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ഈ ബന്ധം എന്നുള്ളതിൻ്റെ വാക്കിന് ഭയങ്കരമായിട്ടുള്ള വിശാലമായിട്ടുള്ള നമ്മളറിയാത്തൊരർത്ഥമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ ബോധം തന്നെയാണ്. ശരിക്കും ബോധം. അതിൻ്റെ കാര്യം പറയാം, വിശദീകരിക്കാം. നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ ബന്ധം എന്താണെന്ന് അറിയുള്ളൂ. ബന്ധം എന്താണെന്ന് അറിയാൻ നിങ്ങൾ ബോധത്തിൻ്റെ ഉള്ളിലാണ് അത് പ്രവർത്തിക്കുന്നത്. അത് ബോധം തന്നെയാണ് വാസ്തവത്തിൽ. അത് എന്തുകൊണ്ടാണ് ബോധമാകുന്നത്? ഒരാൾ അയാളെ അറിയുക, അയാളുടെ ചുറ്റുപാടിനെ അറിയുക, ആ സമയം അറിയുക, അയാളുടെ ചുറ്റുപാടുള്ള ലോകത്തെ അറിയുക, സന്ദർഭത്തെ അറിയുക. അങ്ങനെയുള്ള ഒരാൾക്കാണല്ലോ ബോധം ഉണ്ടാകുന്നത്. ആ ബോധത്തിൻ്റെ ഉള്ളിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ, പരസ്പര ബന്ധം, അത് നേരത്തെ ഞാൻ പറഞ്ഞ വാക്കുകൂടെ വരുന്നു, പരസ്പര ബന്ധം. ആ ബന്ധത്തിലാണ് ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ബോധം ഉണ്ടെങ്കിലേ ബന്ധമുള്ളൂ, ബന്ധം ഉണ്ടെങ്കിലേ ബോധമുള്ളൂ. ഇത് ഏതൊരു ആൽക്കഹോളിക്ക് അറിഞ്ഞിരിക്കണം. അത് അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ധാരണ ഇല്ലെങ്കിൽ ഒന്നിലും അയാൾക്ക് വലിയൊരു ധാരണയില്ലാത്തൊരു വിശ്വാസം ഇല്ലാത്ത ഒരാളെ പോലെ ആയി. ഇതിന് കുറേ അറിവുകൾ വേണം. എന്താണ് ജീവിതം എന്നും എന്താണ് മനുഷ്യനെന്നും ഈ രോഗത്തിൻ്റെ അനുഭവങ്ങൾ എന്താണെന്നും ഒക്കെ അയാൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി. ഈ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പങ്കുവെക്കുമ്പോൾ അയാൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്ത് രോഗമാണ് അയാൾക്കുള്ളത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ തീവ്രത എന്താണ്, എത്ര കാലമായി അതിൻ്റെ പുറകെ അയാൾ നടന്നിട്ടുണ്ട്, ആരൊക്കെ അയാളുടെ രോഗം മൂലം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, അയാൾ അനുഭവിച്ചത് അയാൾ എപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്, എപ്പോഴാണ് അതിനെപ്പറ്റി അയാൾക്ക് ധാരണ വന്നത്, ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഗ്രൂപ്പിൽ വരുമ്പോൾ അയാളുടെ തലച്ചോറിൽ കയറണം. അങ്ങനെ കയറിയില്ലെങ്കിൽ അയാൾ വെറുതെ വന്നാണ് റിലാപ്സ് അടിച്ച് അയാൾ നേരത്തെ തന്നെ മരിച്ചു പോകും. ഇതിൽ പുനർപതനം എന്നുള്ള വാക്കിന് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഒരു അതിർവരമ്പാണ്. അത് അടിക്കടി അതിൻ്റെ മുമ്പുള്ളൊരു വാക്കുണ്ട്, അഡിക്ഷൻ എന്നുള്ള വാക്ക്. അതിലൊക്കെ കയറി ഇറങ്ങി ആ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം, ആ മാർഗത്തിൻ്റെ ഉള്ളിൽ ഭീകരമായിട്ട് വന്നു പോകുന്നൊരു പരിപാടിയാണ് പതനം, പുനർപതനം. വീണ്ടും വീണ്ടും പതനത്തിലേക്ക് പോവുക. അപ്പോൾ അതൊരു ചെറിയൊരു വരമ്പാണ്. അങ്ങോട്ടും മറിയുക, ഇങ്ങോട്ടും മറിയുക. ആ വരമ്പിൽ കൂടി, ആ ബോധത്തിൻ്റെ വരമ്പിൽ കൂടി വീണു പോകാതെ, താഴെ വീണു പോകാതെ നടന്നു പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് ഇതിൽ. അപ്പോൾ ഈ പ്രോഗ്രാം ശരിക്കും അറിഞ്ഞാലത് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു മനുഷ്യനാണ്. ഞാനിപ്പോൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ ആളുകളൊക്കെ എനിക്ക് ബന്ധം ഉണ്ട്. നമ്മളുമായിട്ടൊരു പരസ്പരം ധാരണ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസ്സിലുണ്ടവർ. അതുപോലെ തന്നെ ഒത്തിരി രോഗികളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ആ ചികിത്സയുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇത് മറ്റ് അസുഖങ്ങളെ പോലെയല്ല. നമ്മളെപ്പോഴും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും അയാൾ എന്തായി, അയാളുടെ കാര്യം എന്തായി. മറ്റു പല ആൾക്കാരെയും രോഗാവസ്ഥയായിട്ട് വരുന്നവരൊക്കെ നമ്മൾ പ്രത്യേകിച്ചൊരു കാരണമില്ലെങ്കിൽ നമ്മൾ പിന്തുടരാറില്ല. ഇതങ്ങനെയല്ല. ഇത് പിന്തുടർന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പിന്തുടരും. അപ്പോൾ നമ്മൾ ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും വലിയ സംഗതി എന്ന് വെച്ചാൽ ഏറ്റവും
ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവ്, നോളജ്, അതിൻ്റെ അതിൻ്റെ റിസർച്ച്, ഗവേഷണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, ഇതൊക്കെ എനിക്ക് വളരെ, ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള വിഷയമാണിത്. കാരണം ഇതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ആൽക്കഹോളിസത്തിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നാൽ നിങ്ങളൊരു വേറെ ഡോക്ടറോട് ചോദിച്ചു നോക്കുക. കാരണം ഇത് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പല ആൾക്കും അറിയാൻ പാടില്ല. എന്താന്ന് ഞാനത് അഹങ്കാരം കൊണ്ട് പറയല്ല. ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തലച്ചോറിൽ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷനാണ്. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഡീപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രെയിൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റിമുലേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ? തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ വളരെ നീളമുള്ള ഇലക്ട്രോഡുകൾ, കറണ്ട് പാസ് ചെയ്യുന്ന നേരിയ കമ്പികളാണ് ഇലക്ട്രോഡുകൾ. അത് കടത്തി വിട്ടിട്ട് അത് പോകുന്ന വഴികളൊക്കെ രേഖപ്പെടുത്തി അവിടെ പ്രത്യേക ചില സ്ഥലങ്ങളുണ്ട് തലച്ചോറിൽ. ആ ഭാഗത്തേക്കൊക്കെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് തലച്ചോറിൽ അവിടെ ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു ചികിത്സയുണ്ട്. ആ ചികിത്സയാണ് മദ്യപാനത്തിനും മറ്റ് മാറാത്ത ലഹരികൾക്കുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അതാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അങ്ങനെയുള്ള സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഇപ്പോൾ രോഗികളൊക്കെ പൈസയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 10-16 ലക്ഷം രൂപയൊക്കെ ആവാൻ. അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ സ്നേഹിച്ചിരുന്നൊരു ഈ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ഒപ്പീനിയൻ പറഞ്ഞ ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിച്ച AA പ്രോഗ്രാം ഉണ്ടായ സമയത്ത് രോഗികളെ ചികിത്സിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിനെ അത് അങ്ങനെ ആക്കാനായിട്ട് സഹായിച്ചൊരു ഡോക്ടറുണ്ട്. അദ്ദേഹമാണ് വില്യം ഡങ്കൻ സിൽക്ക്വർത്ത്. അദ്ദേഹം ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ബിൽ വിൽസൺ എന്ന് പറഞ്ഞ ഇതിൻ്റെ സ്ഥാപകൻ, സഹസ്ഥാപകൻ ഡോക്ടർ ബോബ്, ഇവരൊക്കെ ആയിട്ട്, പിന്നെ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ്, അവരൊക്കെ കുറേ ആൾക്കാരെ ചികിത്സിച്ചിട്ടുള്ള ആൾക്കാർ. അമേരിക്കയിലെ ടൗൺസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ആ കാലത്ത് ചികിത്സിക്കാത്ത രോഗികളില്ല. അപ്പോൾ ഈ പ്രോഗ്രാം, ഈ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി ആമുഖം എഴുതിയത് അദ്ദേഹമാണ്. ആ ബുക്കിന് ആമുഖം എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ, 3-4 വാക്കുകൾ വളരെ ഇന്നും ഭയങ്കര പ്രസക്തമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന വാക്കുകളാണ്. ആൽക്കഹോളിസത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ വാക്കുകൾ ഓർക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. രോഗികൾ ഓർത്തിരിക്കണം, ഡോക്ടർ ഓർത്തിരിക്കണം. എന്താണത്? 2 വാക്കുകൾ, വളരെ വളരെ ഭയങ്കര പ്രതിഭാശാലിയായ ഒരു ഡോക്ടർക്ക്, കഴിവുള്ളൊരു ഡോക്ടർക്ക്, ഒരു സഹാനുഭൂതിയുള്ളൊരു ഡോക്ടർക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഈ രോഗത്തിൻ്റെ ആഴവും വ്യാപ്തിയും അപാരമാണ്. അപ്പം അത് പോലും അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷനിൽ തന്നെ ആ വാക്ക് വന്നുണ്ടോ, തലച്ചോറിൻ്റെ അങ്ങ് ആഴത്തിലേക്ക് ഇലക്ട്രോഡ് കടത്തിയിട്ട് സ്റ്റിമുലേഷൻ ചെയ്യുന്നു. ഈ രോഗത്തിൻ്റെ ആഴവും വ്യാപ്തിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ തലച്ചോറിൻ്റെ അങ്ങ് മോൾ ഭാഗം മുതൽ താഴെ ഭാഗം വരെ എന്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആ ആ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനത്തിനെയും എല്ലാ തരത്തിലും ബാധിക്കും. അത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവചനം പോലെയുള്ള ആ ഭയങ്കര എന്നെന്നും നിലനിൽക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഈയിടെ ഞാൻ വായിച്ച ലേറ്റസ്റ്റ് പുസ്തകത്തിൽ, തലച്ചോറിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ, തലച്ചോറിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്നൊക്കെ പറയും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. തലച്ചോറിൻ്റെ ഏറ്റവും മോൾ ഭാഗം, അതാണ് ഹയർ ബ്രെയിൻ ഫങ്ഷൻ. ഹയർ ബ്രെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഹയർ എന്ന് വെച്ചാൽ ഔന്നത്യമുള്ള, ബ്രെയിൻ തലച്ചോറ്, ഫങ്ഷൻ പ്രവർത്തനം. ഹയർ ബ്രെയിൻ ഫങ്ഷൻ, തലച്ചോറിൻ്റെ ഔന്നത്യമുള്ള, ഏറ്റവും ഔന്നത്യമുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അത് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് വികാരങ്ങൾ
ഉൽപ്പാദിപ്പിക്കുന്നു. അത് തോന്നലുകൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നു, സ്വഭാവമായിട്ട് വരുന്നു നമ്മുടെ മനസ്സിൽ. അതുകൂടാതെ ഈ ലോകത്തെ നമ്മളെ ഉള്ളിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നു. ലോകം എന്താണെന്ന് നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കി, സ്പർശിച്ചും രുചിയൊക്കെ അറിഞ്ഞ് മണമൊക്കെ അറിഞ്ഞ് ഈ ലോകത്തിൽ എന്താണുള്ളത്, എന്താണ് അതിൻ്റെ കണ്ടന്റ്, എന്താണ് ഈ ലോകം, എന്താണ് അവിടെ, എന്താണ് നമുക്കുള്ളത്, എന്ത് ബന്ധമാണുള്ളത്, ആ ബന്ധവും അതിനെപ്പറ്റി ധാരണയും എല്ലാം കൂടി നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് ഇറക്കി വയ്ക്കുന്നത് അത് ഹയർ ബ്രെയിൻ എന്ന് പറയും. അപ്പോൾ അത് ആ സെൻസേഷൻസ്, അതിനെക്കുറിച്ചുള്ള ധാരണകൾ അതെല്ലാം കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചലിക്കുന്നത്, അതുകൂടാതെ നമുക്ക് ബോധമുണ്ടാക്കുന്നുണ്ട്, നമ്മൾ അർത്ഥം മനസ്സിലാവുന്നുണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. നമ്മൾ അതുപോലെ സഹാനുഭൂതി, സ്നേഹം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് അറിയുന്നുണ്ട്, ആൾക്കാരുടെ വേദനകൾ അറിയുന്നുണ്ട്, അവരുടെ വികാരങ്ങൾ അറിയുന്നുണ്ട്, അവരെ പറ്റി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രെയിൻ. അത് നമ്മുടെ ഹയർ ബ്രെയിനിൻ്റെ ഒരു 6 മില്ലിമീറ്ററുള്ള സ്ഥലത്ത് കൂടി അത് കടന്ന് ഇങ്ങനെ താഴേക്ക് പോകും. താഴേക്ക് അങ്ങ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ അങ്ങ് താഴേ ഭാഗം വരെ പോകും തലച്ചോറിൽ. അപ്പോൾ ഓരോ ഭാഗത്തും പ്രത്യേക പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സാമൂഹ്യ ബോധവും ബുദ്ധിശക്തിയും തിരിച്ചറിവും, മനുഷ്യരെ മനസ്സിലാക്കുകയും നമ്മുടെ വർഗത്തെ മനസ്സിലാക്കുകയും അതിനോടുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഈ ഭാഗം തന്നെയാണ്. അതുകൂടാതെ നമുക്ക് പലതരം വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അതൊക്കെ ഈ ബ്രെയിനിൽ കൂടി. അപ്പോൾ തലച്ചോറിൻ്റെ സൂക്കേടാണിത്. അതുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈലിലോ അല്ലെങ്കിൽ ഡിക്ഷണറിയിലോ നോക്കുവാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടൊരു വാക്ക് കാണാം. വാട്ട് ഈസ് ആൽക്കഹോളിസം? എന്താണ് മദ്യപാന രോഗം? അതിൽ കുറേ വാക്കുകളുണ്ട്. അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന, ഒരുപക്ഷെ മരണം വരെ നീണ്ടു നിൽക്കുന്ന, മുന്നോട്ട് വളരുന്ന, നിർത്തിക്കഴിഞ്ഞാലും പുനർപതനം സംഭവിക്കാൻ സാധ്യതയുള്ള തലച്ചോറിൻ്റെ റിലാപ്സിങ് ഡിസീസ്, പുനർപതനം സംഭവിക്കാൻ സാധ്യതയുള്ള തലച്ചോറിൻ്റെ മസ്തിഷ്ക രോഗം, ഇതാണ് അതിൻ്റെ. അപ്പോൾ ഒരാൾ മറ്റു ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട്, അയാൾ തന്നെ തലച്ചോറിനെ അയാൾ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുന്നു. അയാൾ അറിയുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്നതും അതിൻ്റെ പരിണിത ഫലം എന്താണെന്നും. അയാൾ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്നു, തനിക്കെന്തോ അപാരമായ ഒരു ആനന്ദം കിട്ടുന്നു, അത് ഭയങ്കരമാണെന്നും ഭയങ്കര സംഭവമാണെന്നും, അത് ലഭിച്ചു കഴിഞ്ഞാൽ അപൂർവമായിട്ട് എന്തോ ഒരു സൗഭാഗ്യം, ഒരു മറ്റുള്ളവർക്ക് ആർക്കും അനുഭവിക്കാത്ത. പല മദ്യപിക്കുന്ന ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇവനൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഇതൊന്നും കഴിക്കാതെ? അങ്ങനെയൊക്കെ പരിഹാസത്തോട് പറയുന്ന പല മദ്യപാനികളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവനൊക്കെ ഇതൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകളോടൊക്കെ അവർ പരമപുച്ഛമായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവളൊക്കെ ജീവിച്ചിരിക്കുന്നത്? അത് എന്തോ വലിയ അപാരമായ ഒരു സൗഭാഗ്യം, ഒരു ആനന്ദം, ഒരു പ്രതിഫലം തനിക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ധാരണയാണത്. അത് അഡിക്ഷനാണ്. അതാണ് അഡിക്ഷൻ. അത് ആ അഡിക്ഷൻ ഒരാളുടെ തലച്ചോറിൽ വന്നു ചേരാൻ കുറേ സമയം പിടിക്കും. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് അഡിക്ഷൻ വരണമെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ ബോധം കെടുന്നവരെ കുടിച്ച് ഒറ്റ അടിക്ക് തന്നെ വളരെയധികം മദ്യം കുടിച്ച് ബോധം കെട്ട് കഴിഞ്ഞാൽ അതൊരു മദ്യപാനം. അല്ലെങ്കിൽ കുറേശ്ശെ രാവിലെ മുതൽ വൈകിട്ട് വരെയും കുടിക്കുന്ന ഒരു തരത്തിലുള്ളൊരു മദ്യപാനം. അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരു അടുത്ത 2-3 ദിവസങ്ങൾ
വളരെയധികം അളവിൽ മദ്യം കഴിക്കുന്ന ഒരു ബിഞ്ചി ഡ്രിങ്കിങ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന് മദ്യം കഴിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുകയും അവശത വരികയും പിന്മാറ്റം വരികയും മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഡിപ്പെൻഡൻസ്, അടിമയാക്കപ്പെടുന്ന അവസ്ഥയിലുള്ള മദ്യപാനം എല്ലാം അവസാനിക്കുന്നത് ഈ ലാസ്റ്റ് അവസ്ഥയിലേക്കാണ്. അടിമയാക്കപ്പെടുന്ന മദ്യപാനം. അത് ശരീരത്തിലെ കോശങ്ങൾ, സെല്ലുകൾ, ആ സെല്ലിലുള്ള കെമിക്കൽസ്, ഇലക്ട്രിസിറ്റി, അതിൻ്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി, രാസവസ്തുക്കൾ, ഇതെല്ലാം ആ അടിമത്തത്തിൻ്റെ ഉള്ളിൽ പെടുന്നുണ്ട്. അതൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഒരാൾക്ക് ഈ മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അതാണ് അടിമത്തം. അപ്പോൾ ബയോളജിക്കൽ എന്ന് വെച്ചാൽ ജൈവപരമായിട്ട് ജീവനുള്ളൊരു വസ്തു എന്നുള്ള നിലയിൽ അയാൾ അടിമയാണ്. കെമിക്കലായിട്ട് ഉള്ള രാസവസ്തുവിന് അയാൾ അടിമപ്പെട്ടിട്ടുണ്ട്. ശരീരം കൊണ്ട് അയാൾ അടിമപ്പെട്ടിട്ടുണ്ട്. സ്വഭാവം കൊണ്ട് അയാൾ അടിമപ്പെട്ടിട്ടുണ്ട്. പെരുമാറ്റം കൊണ്ട് അയാൾ അടിമപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇത് തലച്ചോറിലെ ഇലക്ട്രിക്കൽ കണക്ഷനിൽ കൂടിയാണ് അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അടിമത്തം ബാധിച്ച ഒരാൾക്ക് ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അയാൾ വളരെ കഠിനമായിട്ട് ഉള്ള ഒരു ചികിത്സയ്ക്ക് വിധേയനാകണം. ആ കഠിനമാണ് എന്ന് ഞാൻ പറയുന്നത് പലപ്പോഴും കേട്ട് കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ്. എന്താണ് അത്? വിട്ടുനിൽക്കലാണ്. മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കലാണ് അതിൻ്റെ ചികിത്സ. പക്ഷെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് ഈ അടിമത്തത്തിനെ ബ്രേക്ക് ചെയ്ത് സ്വാതന്ത്ര്യം കിട്ടി പുറത്തു വന്ന് ഇതൊക്കെ മനസ്സിലാക്കി വിട്ടുനിന്ന് കുറേ സ്വഭാവ രീതികളൊക്കെ സ്വീകരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറെ കഠിന പ്രയത്നം ചെയ്യണം. കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്നൊക്കെ അയ്യപ്പന്മാർ പറയുന്നില്ലേ? ഇവിടെ അതല്ല. കരിമല കയറിയിട്ട് ഇറങ്ങാനാണ് വിഷമം. മദ്യം കഴിച്ചങ്ങോട്ട് കയറിപ്പോകാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിനു വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ കരിമല ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണിത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു നല്ലൊരു അറിവ് ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ആ അറിവ് മറ്റാളുകൾക്ക് കൊടുക്കുന്നത് അതൊരു നല്ലൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സൂക്കേടിനെ പറ്റി അറിയാനായിട്ട് എന്താണ് രോഗലക്ഷണങ്ങൾ, അതിൻ്റെ തെളിവെന്താണ്? രോഗലക്ഷണങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഒരാൾക്ക് അതിൻ്റെ മുകളിലുള്ള ഭയങ്കര ആർത്തിയാണ്, അതികഠിനമായ ആർത്തി. സെക്സിനോട് ഒരാൾക്ക് ഭയങ്കര ആർത്തി തോന്നുകയാണെങ്കിൽ, ഏറ്റവും വലിയ മധുരമുള്ള സാധനത്തിനോട് ഭയങ്കര ആർത്തി തോന്നുകയാണ്, അയാൾക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തിയാണ് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അഡിക്ഷന് പച്ച മലയാളം ഒട്ടിപ്പിടിക്കലാണ്. അത് കറക്റ്റാണ്. ഒട്ടിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ അടങ്ങിയ അയാളുടെ തലച്ചോറിനോട് ഒട്ടിപ്പിടിക്കലാണ്. പശ വെച്ച് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് അതിങ്ങനെ അവിടുന്ന് നമ്മളെ ഒരു ഭയങ്കര പശ ഉണ്ടല്ലോ, തോല് പോലും പറഞ്ഞു പോകുന്നു, അതുപോലത്തെ അങ്ങനെയുള്ള പശ വെച്ച് ഒട്ടിപ്പിടിച്ചവരുള്ള ഒരു പരിപാടിയാണ് ഈ അഡിക്ഷൻ. അപ്പോൾ അതിന് പശ കൂടുതൽ ഇങ്ങനെ എല്ലാ ദിവസവും പുരട്ടിക്കൊണ്ടിരുന്നാലും പറഞ്ഞു പോരും. അതാണ് 24 മണിക്കൂർ വിട്ടുനിൽക്കൽ എന്ന് പറയുന്നത്. മരുന്നതാണ് 24 മണിക്കൂർ വിട്ടു നിൽക്കുക. അപ്പോൾ പിന്നെ കൂടുതൽ ഒട്ടിപ്പിടിപ്പിക്കുന്നില്ല, പിന്നെ അതിനെ ഇളക്കിയെടുക്കണം. അപ്പോൾ അത് കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 1 day at a time അല്ലെങ്കിൽ 24 hours വിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ശരിയാവും. തലച്ചോറിൻ്റെയും അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും ഈ അവയവങ്ങളുടെ ഉള്ളിലേക്ക് ഇത് കയറി ഇറങ്ങില്ല. അപ്പോൾ ഭയങ്കര ഒരു വേലി കെട്ടി അതിനെ അങ്ങോട്ട്
ഒഴിവാക്കി നിർത്തുവാണ്. അങ്ങനെ 24 മണിക്കൂർ വീതമുള്ള ഒരു 90 ദിവസം, അത് നമ്മുടെ പഴമക്കാർ ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ചാണ് പണ്ട് മുതലേ. ഒരു 90 ദിവസത്തെ ഈ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, വിട്ടു നിൽക്കുക, വിട്ടുകൊടുക്കുക. ഒരു സ്വഭാവ രീതിയാണ് വിട്ടു നിൽക്കുക, വിട്ടുകൊടുക്കുക. എന്താണ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മധ്യാസക്തൻ്റെ സ്വഭാവം ആലോചിക്കുക. അയാൾ തലച്ചോറ് എല്ലാ കാര്യങ്ങളിലും, തർക്ക വിഷയങ്ങളിൽ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ കയറി ഇടപെടും. ഭയങ്കര അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. അയാൾ എവിടെയൊക്കെ എന്തൊക്കെ ഇടപെടലുകളുണ്ടോ അവിടെയൊക്കെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം അയാൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല, അതിനനുവദിക്കില്ല അയാളുടെ തലച്ചോറും അയാൾ പഠിച്ച സ്വഭാവങ്ങളും. അപ്പോൾ അതാണ് ആദ്യമായുള്ള ഇതിലത്തെ ചികിത്സയുടെ പരിപാടി. അതാണ് വിട്ടു നിൽക്കൽ, വിട്ടുകൊടുക്കൽ. പുറത്തെ ലോകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അയാൾ സ്വന്തം സുബോധം തിരിച്ചു കെട്ടി സ്വഭാവം മാറുന്നവരെ അയാൾ ഇടപെടലിലേക്ക് പോകാതെ എപ്പോഴൊക്കെ അയാൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു അപ്പോഴൊക്കെ അയാൾ ചികിത്സിക്കണമെന്ന് ഞാൻ പറയും. അതായത് ഷോർട്ട് ഇൻ്റർവെൻഷൻ അതിൻ്റെ പറയണേ. അപ്പോൾ ഇത് ഈയിടെ കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. എപ്പോഴൊക്കെ ഒരു മദ്യാസക്തന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായുള്ളൂ അപ്പോഴൊക്കെ അയാളൊരു ഡോക്ടറെ കാണും, അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണും, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണും. അയാൾ ഇടപെടൽ, ഇൻ്റർവെൻഷൻ, ഒരു ചെറിയ ചെറിയ ഇടപെടലുകൾ. അപ്പം അതിൽ കൂടി ആ ചെറിയ ചെറിയ വിവരങ്ങളും ചെറിയ ചെറിയ ഉപദേശങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളും അയാളിലുണ്ടാവും. അത് വളരെ അനുഗ്രഹമാണ് അയാൾക്ക്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് അയാൾക്കൊരു വലിയ മാറ്റത്തെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതെപ്പോഴും അയാൾ സ്വീകരിക്കണം. അപ്പോൾ അയാൾക്കൊരു ഛർദി ഉണ്ടായി, മദ്യം കഴിച്ചിട്ട് അയാൾക്ക് പ്രശ്നമുണ്ടായി, ഉടനെ അയാൾ ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സിച്ച് അയാളുടെ സ്വന്തക്കാരതിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അയാൾ സമ്മതിക്കണം. അയാൾ ആ ഇടപെടലിന് നിന്നു കൊടുക്കണം. ആ ഇടപെടലിൽ നിന്നില്ലെങ്കിൽ അയാൾ ഒരു ഇടപെടലിലും നിൽക്കില്ല. അയാളൊരു നിഷേധിയായി മാറും. ടോട്ടൽ നിഷേധമായിരിക്കും പിന്നെ അയാൾക്ക്. എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, എനിക്കെല്ലാം അറിയാം. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഈഗോ, അഹന്ത. ആ അഹന്തയുടെ ഉള്ളിൽ അയാൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയാൾ ഒരു കാര്യവും സ്വീകരിക്കില്ല, ഒരു കാര്യവും അയാളെപ്പറ്റി പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ വിശ്വസിക്കില്ല, സ്വീകരിക്കില്ല. ഇതിൻ്റെ പേരാണ് നിഷേധം. ഈ നിഷേധത്തിൻ്റെ ഉള്ളിൽ അയാൾ ദീർഘകാലം സഞ്ചരിക്കും. അയാൾക്കറിയാം പ്രശ്നമുള്ള കാര്യമാണ്, അയാൾ അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ നിഷേധം ഉണ്ട്, അയാൾ തയ്യാറില്ല. ആ നിഷേധത്തിൻ്റെ ഉള്ളിൽ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചില ആൾക്കാർ 10 വർഷം, 5 വർഷം, 10 വർഷം, 15, 20, 25, 35, 38 വർഷം കഴിഞ്ഞ ഒരാളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. 38 വർഷം അയാൾ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ കാര്യത്തെപ്പറ്റി. പക്ഷെ അയാൾ അത് സ്വീകരിക്കുന്നില്ല. അപ്പം ആ 38 വർഷം നിഷേധം നിറഞ്ഞൊരു ജീവിതം, അത് മറ്റുള്ളവർ സഹിച്ച്, അയാളുടെ കൂടെ ജീവിക്കുന്ന അയാളുടെ ഭാര്യ, മക്കള്, അയാളെ ആയിട്ട് ഇടപെടലുകൾ ഉണ്ടായ എല്ലാവരും, അയാളുടെ ജോലി സ്ഥലത്തുള്ളവർ, അതിലെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആ ഇടപെടലുകളിലൊക്കെ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ജീവിതം. ചുരുക്കത്തിൽ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയും, ലോകത്ത് എന്തൊക്കെ ശാരീരിക രോഗങ്ങൾ, ദീർഘകാല രോഗങ്ങളുണ്ടോ അതൊക്കെ ഈ മദ്യാസക്തൻ്റെ അവയവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്ന് പറയും. അത് ശരിയാണ്. ലോകാരോഗ്യ സംഘടന പറയും 200ഓളം ശാരീരിക രോഗങ്ങൾ അയാളുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നു. അതൊക്കെ എനിക്കറിയാം, ഞാനത് പറഞ്ഞാലും നേരം വെളുക്കില്ല. 200ഓളം ശാരീരിക രോഗങ്ങൾ. ലോകത്ത് ഏറ്റവും മാരകമായൊരു 5-6 മാനസിക രോഗങ്ങളുണ്ട്, കടുത്ത മാനസിക രോഗങ്ങൾ. അത് അയാൾ
ഉള്ളിൽ കൂടി കടന്നു പോകും. പക്ഷെ അയാള് ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് ഇന്റർവെൻഷൻ, ആ ഇന്റർവെൻഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു അവസരം കിട്ടും രക്ഷപ്പെടാനായിട്ട്. ഇല്ലെങ്കിൽ അയാൾ നേരത്തെ മരിക്കും. കാരണം ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ മാരക രോഗം. പ്രമേഹം മാരക രോഗമാണ്, രക്തസമ്മർദ്ദം മാരക രോഗമാണ്. അതിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് മരുന്ന് കഴിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവം അയാൾക്കുണ്ട്. ഒരു മരുന്നും ഒന്നിനും കഴിക്കാത്തൊരു സ്വഭാവ രീതി, നിഷേധം കൂടി വേറെ ഉണ്ട് അയാൾക്ക്. അപ്പൊ എന്തൊക്കെ ഈ എന്താണ് പകർച്ചവ്യാധികളല്ലാത്ത രോഗമുണ്ടോ, എന്തൊക്കെ പകർച്ചവ്യാധികൾ രോഗം മാരകമായിട്ടുണ്ടോ, അതൊക്കെ അയാളുടെ ഉള്ളിൽ കൂടി കടന്നു പോകും. അതൊന്നും അയാൾ അറിയില്ല. അയാൾ അതിനൊരു ചികിത്സ എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി, ചിലപ്പോൾ ഒരു ഭയം കൊണ്ട് ഒക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തേക്കാം. ഭൂരിഭാഗം അവസരത്തിലും അയാൾ വളരെ വൈകി പോകും, അല്ലെങ്കിൽ വഴങ്ങാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നിഷേധമാണ്. ഒരു 3-4 സ്വഭാവ രീതികൾ അയാളുടെ ഉള്ളിൽ വളരെ, ഈ ബിഹേവിയറൽ ചേഞ്ചിന് ഏല് വന്നേ മതിയാവും. അതെന്തൊക്കെയാണ്? നിഷേധം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഞാനൊരു മദ്യപാനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് പ്രോഗ്രാമിൽ നിൽക്കുമ്പോഴേ അയാൾ രക്ഷപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് ഞാൻ മദ്യപാനി അല്ലെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതിൻ്റെ ഒരു ഗുണവും കിട്ടൂല, അയാൾക്ക് ഒരു പിടിയും കിട്ടൂല സംഗതി. അവിടെ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് താനൊരു മദ്യാസക്തനാണെന്ന്, അതിൻ്റെ ലക്ഷണങ്ങൾ തനിക്കുണ്ടെന്നും അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ തനിക്കുണ്ടെന്നും അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ സ്വയം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സമ്മതിക്കാത്ത ആൾക്കാർ അധികം നാൾ നീണ്ടു നിൽക്കില്ല. അവരുടെ സ്വഭാവം എന്താണ്? നിഷേധം. ഇത് നിസ്സാരാക്കുക, ഇത്രയും ഭീകരമായ രോഗത്തിനെ നിസ്സാരാക്കുക. അയാൾക്ക് അല്ലെങ്കിൽ ചില യുക്തി പറയാനുണ്ടാവും അയാൾക്ക്. അത് മദ്യം വളരെ സൂത്തിങ്, വളരെ അയാൾക്ക് ഗുണം ചെയ്യുന്ന, റിലാക്സേഷൻ ഉണ്ടാക്കി അയാളെ മയക്കി അയാളുടെ വേദനകൾ ശമിപ്പിക്കുന്ന ദിവ്യ ഔഷധം എന്നുള്ള നിലയിൽ ഉള്ളൊരു യുക്തിയുണ്ട് അയാൾക്ക്. അതാണ് ഇപ്പോൾ കല്ലുവെട്ടുകാർ ആ യുക്തി പറയാറുണ്ട്. കല്ലുവെട്ടുകാർ ചിലപ്പോൾ 5-6 പെഗ് മദ്യം കഴിച്ചിട്ട് കല്ലുവെട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. അല്ലെങ്കിൽ മറ്റ് കഠിനാധ്വാനം ചെയ്യുന്നവർ, അവർ പറയാണ്, ഞാൻ ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്, ഞാൻ അല്പം മദ്യം കഴിച്ചാൽ എന്താണ് കുഴപ്പം? അയാൾ അയാളുടെ ശരീരം എന്തോ പ്രത്യേക തരത്തിലുള്ള ഒരു ശരീരമാണെന്നും അതിന് ഭയങ്കര ഒരു ദിവ്യ ഔഷധമാണ് മദ്യം എന്നൊക്കെയുള്ള ഒരു വലിയ ഒരു യുക്തിവാദം അയാൾ അങ്ങോട്ട് എടുത്ത് പുറത്തേക്കിടും. അങ്ങനെ അതൊക്കെ ചെയ്യും. പിന്നെ ഇയാളുടെ സ്വഭാവത്തെ പറ്റി ഒക്കെ ഒരു മദ്യപാനിക്ക് മറ്റൊരു മദ്യപാനിയുടെ സ്വഭാവമൊക്കെ അറിയാം. അയാൾക്ക് എല്ലാ സ്വഭാവം അറിയാം. അയാൾക്കറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല. മറ്റൊരു മദ്യപാനിയുടെ നിഷേധം, നിസ്സാരമാക്കൽ, അയാളുടെ അറിവുകൾ, അയാളുടെ തർക്കങ്ങൾ, അയാളുടെ കോപം, അയാളുടെ ബുദ്ധിയില്ലായ്മ, അയാളുടെ ഭയം, അയാളുടെ സങ്കടങ്ങൾ, അയാളുടെ കലഹങ്ങൾ, അയാളുടെ പോലുള്ള കേസുകൾ ഒക്കെ മറ്റൊരു മദ്യപാനിക്ക് അറിയാം. പക്ഷെ അയാൾ എങ്ങനെയാണ് ജീവിക്കുന്ന? രണ്ട് സുഹൃത്തുക്കളായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അയാളുടെ ഉള്ളിലൊരു സംഭവമുണ്ട്. ആ സംഭവം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. എന്താണ്? അവൻ എന്നേക്കാൾ മോശക്കാരൻ, ഞാൻ അവൻ്റെ ലെവലിലേക്കൊന്നും പോയിട്ടില്ല, തറയായിട്ടില്ല, ഞാൻ അങ്ങനെ കുഴപ്പക്കാരനുമല്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. സ്വയം ന്യായീകരണം, സ്വയം മര്യാദ, ഇതൊക്കെ അയാളുടെ കയ്യിലുള്ള അടവ് നയം എന്നൊക്കെ പറയാം. രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു അടവ് നയമാണ് അയാളുടെ. അങ്ങനെ എന്തെല്ലാം നയങ്ങൾ. ഇപ്പോൾ സത്യസന്ധത അയാൾക്ക് ആവശ്യമുള്ള സാധനമെന്ന് അയാൾ വിചാരിക്കുന്നില്ല. ഒരു സാമാന്യ ബുദ്ധിയിലൂടെ സാധാരണ ആൾക്കാർ പെരുമാറുന്നതൊന്നും അയാളുടെ ആവശ്യമായിട്ട് അയാൾക്ക് ഈ നിഷേധം കൊണ്ടും അതുപോലെ ഈഗോ, അഹന്ത കൊണ്ടും അയാൾക്കത് തോന്നാറില്ല. വിനയത്തിൻ്റെ തീരെ ആവശ്യം അയാൾക്ക് തോന്നാറില്ല. കാരണം അയാൾ മറ്റുള്ളവരെ പോലെ അത്ര മോശക്കാരനല്ലല്ലോ. അപ്പോൾ ഈ കമ്പാരിസൺ കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്.
മറ്റുള്ളവരുടെ ഇടയിൽ അയാൾ ജീവിക്കുന്നത് കമ്പാരിസണിലാണ്. അതിൽ കൂടി എത്രയോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കമ്പാരിസണിൽ തന്നെ. അത് മദ്യം ഉള്ളിലേക്ക് കൂടുതൽ അളവിൽ ചെന്നാൽ ആ കമ്പാരിസൺ പുറത്തേക്ക് ചാടും. അങ്ങനെയാണ് രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് കുടിക്കാൻ പോയിട്ട് ഒരാളുടെ നെഞ്ചിലേക്ക് ഒരു കത്തി ഇറക്കുന്നത്. അതാണ്. അത് സംഭാഷണത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, തലച്ചോറിൽ കുഴപ്പമുണ്ടാകുന്നു, ശത്രുത വരുന്നു, കോപം വരുന്നു, വയലൻ്റ് ആവുന്നു, കൊല്ലുന്നു. എന്തുകൊണ്ടാണ്? അവൻ എന്നെ അപമാനിച്ചു. രണ്ടുപേരും ഒരേപോലത്തെ സംഭവം. എന്ത് അപമാനമാണുള്ളത് അവിടെ? അവിടെ അവിടെ സംഭവിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. അപ്പോൾ വൈകാരിക അവസ്ഥകളിലുള്ള ആ ഒരു ഇത് നോക്കുക. അതൊക്കെ ഒരു ഉപബോധ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ ഈ കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ മരണം വരെ ഈ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. എത്ര ഭംഗിയായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ആ ഒരു മുന്നറിയിപ്പ് കൊടുത്തേക്കണേ. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടരുത്. എത്ര ഭംഗിയായിട്ടെന്നറിയും. ഇപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടരുത്. അത് ശരിക്കും മധ്യാസത്തിൻ്റെ ഈ ശരീരം മാത്രമല്ല, മനസ്സ്, ദ എൻ്റയർ മൈൻഡ്, ബിഹേവിയർ, ഇമോഷൻസ് എല്ലാം തന്നെ സ്റ്റേബിൾ അല്ലാതെ അത് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് തോന്നുന്നു ഒരാളെ കൊല്ലണം തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നുന്നു മരിക്കണം തോന്നും. അങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ അൺസ്റ്റേബിളായിട്ട് വന്നുകൊണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, അത് ഈ ആൽക്കഹോളിൻ്റെ വിഡ്രോയൽ വരുമ്പോൾ മാനസിക രോഗത്തിന് തുല്യമാണത്. അശരീരികൾ ഉണ്ടാകാം, ഇലൂഷൻ ഉണ്ടാകാം, മിഥ്യാധാരണകൾ ഉണ്ടാകാം, മിഥ്യാബോധം ഉണ്ടാകാം. അതിൻ്റെ പെരുമാറ്റം, എൻ്റെ ബോഡിയുടെ പെരുമാറ്റം അനിയന്ത്രിതവും അസാധാരണവുമായിരിക്കും. അപ്പോൾ വിഡ്രോയൽ, വെർണിക്കേസ് എൻകെഫലോപ്പതി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ ശരീരത്തിൽ തലച്ചോറിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട വൈറ്റമിനുകൾ അതിൻ്റെ അഭാവം വന്നു കഴിഞ്ഞാൽ തലച്ചോറിന് കേടുപറ്റി അത് ദ്രവിച്ചു പോകാൻ തുടങ്ങും. അതിൻ്റെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന അതിൻ്റെ മൈലിൻ, അതിൻ്റെ വൈറ്റ് മാറ്റർ, അതൊക്കെ നശിച്ചു പോകാൻ തുടങ്ങും. ഷോർട്ടടിക്കും, ഇലക്ട്രിസിറ്റി ഷോർട്ടടിച്ചു പോകും. അപസ്മാരം വരാം. ഈ വെർണിക്കേസ് എൻകെഫലോപ്പതിയിൽ അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന റീഹാബ് സെൻറ്ററിൽ ഇന്ന് ഞാൻ അയാളെ പറ്റി വിളിച്ചു ചോദിച്ചു. അയാൾ ബെറ്ററായെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? ഞാൻ ചോദിച്ചു, താങ്കൾ എന്നാണ് ഇവിടെ വന്നത്, എപ്പോഴാണ് വന്നത്? അപ്പോൾ പറഞ്ഞ്, ഭാര്യയും മക്കളുമായിട്ടാണ് ഞാനിവിടെ വന്നത്, അവരൊക്കെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു പോയി. ഇയാള് അവിടെ മലമൂത്രമൊക്കെ അറിയാതെ പോയിട്ട് കട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഭാര്യയുടെ മക്കളെ കൂടെ വന്ന ആളാണ് അയാൾ. അവർ ഭക്ഷണം കഴിച്ചു പോയി, ഇയാൾ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം? അയാളുടെ ഓർമ്മകൾ പ്രവർത്തിക്കുന്നില്ല. എവിടെയാണ്, എന്താണെന്നുള്ളത് പ്രവർത്തിക്കുന്നില്ല. ചോദ്യത്തിനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഉത്തരമുണ്ട്. ആ ഉത്തരം കഥകളായിട്ട് അയാൾ പറയാണ്. ഇങ്ങനെ പറയുന്നതിൻ്റെ പേരാണ് കൺഫാബുലേഷൻ. ഇംഗ്ലീഷിൽ ഇത് എവിഡൻസ് ആണ്, തെളിവാണ്. കൺഫാബുലേഷൻ, കഥകൾ വിനയുക. ഒരാൾക്ക് തലച്ചോറിൽ ഓർമ്മശക്തി ഇല്ല, അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, അതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, സിറ്റുവേഷൻ അറിയാൻ പാടില്ലെങ്കിൽ അയാൾ ഇല്ലാ കഥ ഉണ്ടാക്കി പറയും. അങ്ങനത്തെ ഒരു കഥ പറച്ചിലാണത്. അപ്പോൾ അതിന് വൈറ്റമിൻ B1 വളരെയധികം കുറഞ്ഞു പോയി കാണും ആ ആൾക്ക്. അപ്പോൾ ഞങ്ങൾ ഒരു 300 മില്ലിഗ്രാം വീതം വൈറ്റമിൻ B1 ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. നമ്മുടെ അവിടുത്തെ നേഴ്സ്, അവനൊരു മെയിൽ നേഴ്സാണ്, അവന് മിടുക്കനാ. അവന് ആ ഇഞ്ചക്ഷൻ കറക്റ്റായിട്ട് ഒരു 3-4 ദിവസം കൊടുത്തപ്പോൾ തന്നെ ഇവന്താ സ്ഥലകാല ബോധം വന്നു, ഇന്ന സ്ഥലത്താണെന്ന് മനസ്സിലായി. അപ്പോൾ ആരൊക്കെയാണ് ചുറ്റും നിൽക്കണമെന്നൊക്കെ അറിയാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനിയും ശരിയാവും. അപ്പോൾ നോക്കുക, ഇതൊക്കെ ഇത് അത്ഭുതം തന്നെയാണ് ഇതൊക്കെ. അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇത് അങ്ങനെ ചികിത്സിച്ച് മാറ്റാവുന്ന സൂക്കേടാണിത്. പക്ഷെ ആ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കടമ്പകൾ കടന്നു പോകണം. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, 3-4 തരം അതിതീവ്രമായ മാനസിക രോഗങ്ങൾ, ബൈപ്പോളർ ഡിസീസ്, വിഷാദരോഗം. വിഷാദരോഗം നീണ്ടു നിൽക്കാൻ അനുഭവിച്ചാൽ ആത്മഹത്യ ചെയ്യും. ചികിത്സയിലാണെങ്കിലും ചിലപ്പോൾ മരിച്ചു പോവും. അയാളെ ശരിക്കും മനസ്സിലാക്കി അയാൾക്ക് മരുന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഉന്മാദത്തിൻ്റെ ഉള്ളിൽ അയാളോട് തർക്കിച്ചുകൊണ്ടിരിക്കരുത്. തർക്കിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത് കിടക്കണ കസര എടുത്ത് അടിച്ച് ചിലപ്പോൾ കൊന്നുകളയും. അപ്പോൾ ഉന്മാദ രോഗം വരാം, ഷിസോഫ്രീനിയ വരാം. ഷിസോഫ്രീനിയ വന്നു കഴിഞ്ഞാൽ പാരനോയിഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇയാൾ എൻ്റെ ശത്രുവാണ്, ഇയാൾ എന്നെ കൊല്ലാൻ വന്നേക്കുവാണ്, അങ്ങനെയൊക്കെ ചിന്ത. നിങ്ങൾ വിചാരിക്കുന്ന മദ്യപാനം നിസ്സാര രോഗമാണ്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും വരൂലെന്ന് വിചാരിക്കരുത്. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ കുതിരവട്ട ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ചാടിപ്പോയിട്ട് വീട്ടിലുള്ള സ്വന്തക്കാരെ വെട്ടി കൊലപ്പെടുത്തിയിട്ട് അവിടെ വന്ന് പോലീസ് പിടിച്ചോണ്ട് വന്ന ആളെ എനിക്കറിയാം. മനസ്സിലായില്ല. ഷിസോഫ്രീനിയ വന്ന ഒരു സ്ത്രീ സെല്ലിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മലം പാത്രത്തിലെടുത്ത് ഭക്ഷണം ആയിട്ട് കഴിക്കും. അത് വെച്ച് അതിലെ പോകുന്ന ആൾക്കാർ എറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം വസ്തുക്കൾ അഡിക്ഷനായിട്ടുണ്ടായിട്ടുള്ള ഒരാൾ ഒരു നായ്ക്കൂട് പോലെയുള്ള ഒരു ചെറിയ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അയാളുടെ ബന്ധുക്കളൊക്കെ കോടീശ്വരന്മാരാണ്. അയാൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് മലമൂത്ര വിസർജൻ ഭക്ഷിച്ച് അവിടെ കിടന്ന് മരിച്ചേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, ദിസ് എ വെരി സീരിയസ്, വളരെ അങ്ങേയറ്റത്തെ മോശപ്പെട്ട രോഗമാണ്. അത് ആർക്കാ വരുന്നത്, എങ്ങനെ മരിക്കണമെന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രോഗം, അതിനെപ്പറ്റി ഒരു അല്പം അറിവ് കിട്ടിയ ഒരു സാധാരണക്കാരൻ എന്താ ചെയ്യേണ്ടത്? അവൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കണം. അതിനെപ്പറ്റിയുള്ള വിദ്യാഭ്യാസം ഉണ്ടാക്കണം, മനസ്സിലാക്കണം. ഈ പ്രോഗ്രാം വളരെ നിസ്സാരമാണ്. വിട്ടുനിൽക്കൽ എന്നുള്ളൊരു പരിപാടി. ആ വിട്ടുനിൽക്കൽ, മദ്യം വിട്ടു നിൽക്കുക, ഈ 90 ദിവസം വിട്ടു നിൽക്കുക. മനസ്സിനൊരു ശാന്തത ഉണ്ടാവും. അതാണ് പ്രശാന്തത എന്നൊക്കെ ഇതിൽ പുസ്തകത്തിൽ നേരത്തെ വായിച്ചപ്പോൾ കേട്ടാണല്ലോ, പ്രശാന്ത മനസ്ഥിതിയും. അപ്പോൾ ആ പ്രശാന്തത എന്ന് പറഞ്ഞാൽ സോബ്രൈറ്റി. ഒരു വിഷാംശമുള്ളൊരു സാധനം തലച്ചോറിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മനസ്സ് സ്വസ്ഥമാകുന്ന അവസ്ഥയ്ക്കാണ് സോബ്രൈറ്റി, പ്രശാന്തത എന്നൊക്കെ. അത് സയൻറ്റിഫിക് വാക്കാണ്, ശാസ്ത്രീയമായ വാക്കാണ് സോബ്രൈറ്റി എന്ന് പറഞ്ഞാൽ, പ്രശാന്തത എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് മറ്റൊരാൾ പറയുന്നത് കേൾക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും അതുപോലെ ചെയ്യാനും തിരിച്ചറിവുണ്ടാക്കാനും ഉൾക്കാഴ്ച ഉണ്ടാകാനും ആരൊക്കെയാണ്, എന്താണ്, ഞാൻ എന്തായി മാറണം, ഇങ്ങനെയൊക്കെയുള്ള സംഗതിയൊക്കെ വരണമെങ്കിൽ അത് 90 ദിവസം സോബറായി നിന്ന് അയാൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ ചികിത്സയുടെ പുറകെ ഞാൻ പോകണം, ഇതിൻ്റെ പുറകെ ഞാൻ പോകണം. ഈ ചികിത്സ എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാനിതിൻ്റെ പുറകെ പോകണം. അതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക, ചികിത്സ പിന്തുടരുക. എല്ലാ ദിവസവും ഈ പ്രോഗ്രാം വായിക്കണം. എന്തിനാ? ഇതൊരു സിനിമ നോട്ടീസൊന്നും അല്ലല്ലോ. എന്തിനാണ് ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ 12 പടികൾ, 12 പാരമ്പര്യങ്ങൾ, ആമുഖം, ഇതൊക്കെ എഴുതി വെച്ചേക്കണം? എന്താ അറിയാം? ദിസ് ഇസ് ഓൺലി എ പ്രോഗ്രാം. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്നുള്ളത് വിലപിടിപ്പുള്ള ഒരു സംഗതിയായിട്ട് ബ്രീഫായിട്ട് ഒരാളുടെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക് കടത്തിവിടുന്ന ഒരു പരിപാടി. അതാണ് പ്രോഗ്രാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് എങ്ങനെ സുബോധം തിരിച്ചു കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു സംഭവമല്ലേ? ഇതിൽ വന്നു കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോകുന്നതൊരു വലിയ സംഭവമല്ലേ? കഴിഞ്ഞ മാസത്തിൽ എന്നെ ഒരു അധ്യാപകൻ വിളിച്ചിരുന്നു. അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിൽ റിട്ടയർ ചെയ്യാറായപ്പോൾ വന്ന. ഇപ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സോ മറ്റുണ്ട്. സുബോധവാനാണ്. അദ്ദേഹം ഈ പ്രോഗ്രാമിനെ മുറുകെ പിടിച്ച്
അദ്ദേഹം പല ആൾക്കാരെ പറ്റിയും അവരെ പറ്റി അവരുടെ അവസ്ഥകളെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞു. അദ്ദേഹം പലരെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഈ രോഗം ആർക്കും വരാം. അപ്പോൾ ഞാൻ ഈ മദ്യത്തിൽ കൂടിയോ ലഹരിയിൽ കൂടിയോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് എനിക്ക് നാളെ ഈ അവസ്ഥയൊക്കെ വരും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരാളുടെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ല അറിവ് കൊണ്ടോ അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടോ പണം കൊണ്ടോ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് വെറും വിഡ്ഢിത്തരം. അതുകൊണ്ടൊന്നും അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതൊന്നും അയാളെ രക്ഷപ്പെടുത്തില്ല. അയാളെ അറിയുക എന്നുള്ള മിനിമം പരിപാടി. ഈ ഒരാൾ അയാളെ അറിയുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ, ഏറ്റവും വലിയ ദർശനം, ഫിലോസഫിയാണ്. ഒരാൾ അയാളെ അറിയുക. അയാളെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം? അയാളുടെ ശരീരം ചലിക്കുന്നത്, അയാളുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കുക, അയാളുടെ ചിന്തകളെ മനസ്സിലാക്കുക, അതുകൊണ്ടുള്ള ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കുക. അയാളങ്ങനെയല്ലേ അയാളെ അറിയുന്നത്. അതാണ് അത്. ആഥൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഗ്രീസിൽ, അവിടെയാണ് ശാസ്ത്രം തുടങ്ങിയ സ്ഥലം. അവിടെയാണ് ഏറ്റവും വലിയ ആത്മീയതയും അതിൻ്റെ വിവിധ വശങ്ങളും സാധാരണ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സ്ഥലം അതാണ്. അവിടെയാണ് ഏറ്റവും വലിയ ദാർശനികരൊക്കെ ഉണ്ടായിരുന്നത്. അവിടുത്തെ സോക്രട്ടീസ് പറഞ്ഞ കാര്യമാണ് എന്താണെന്ന് പറയും, പരിശോധിച്ച് നോക്കാത്ത ജീവിതം ജീവിക്കാനേ കൊള്ളാത്തതാണ്, ജീവിക്കാനേ അർഹതയില്ലാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് കാരണം? ഒരു മനുഷ്യൻ ഔന്നത്യം പ്രാപിച്ച് എല്ലാ രംഗത്തും ഔന്നത്യം പ്രാപിച്ച് ഈ ജീവികളിൽ തന്നെ ഒരു വിധം ദീർഘകാലം ജീവിക്കുന്നു. ഇത്രയും വളരെയധികം കാലം നമ്മൾ എങ്ങനെ മറ്റു ജീവികൾ എങ്ങനെ പെട്ടെന്ന് പെരിഷായി പോകും, പെട്ടെന്ന് എല്ലാത്തിനെയും അതിജീവിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്, അവർ നശിച്ചു പോകുന്നു. മറിച്ച് മനുഷ്യർ അതിനെയൊക്കെ മറികടക്കാനുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധികളുണ്ട്, വിവേകമുണ്ട്, ഇതിനുള്ള ധൈര്യമുണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്, ഭാഷാപരമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട്. എല്ലാം നമ്മൾ ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. ആ ബ്രെയിനിനാണ് നമ്മൾ കുഴപ്പത്തിലാക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് പരിശോധിച്ച് നോക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ നോർമലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, പരിശോധിച്ച് നോക്കാത്ത ജീവിതം ജീവിക്കാനേ യോഗ്യതയില്ലാത്തതെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും വലിയ പരിശോധനയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ? ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ പ്രോഗ്രാം പരിശോധിച്ച് നോക്കാനുള്ള ഒരു പരിപാടിയാണ്, സ്വയം പരിശോധിച്ച് നോക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഈ സോക്രട്ടീസിൻ്റെ വാക്ക് എത്ര ഗംഭീരമാണ് അവിടെ. ആ പരിശോധനയിൽ കൂടി ഇത്ര മാരകമായ രോഗത്തിൽ നിന്ന് പുറത്തിയാടാനും ജീവിതത്തെ തിരിച്ചു പിടിക്കാനും ഉള്ള പരിപാടിയാണ്. ശരിക്കും ഈ 38 വർഷമൊക്കെ ഈ എന്താണ് ചിന്തിച്ചിട്ടും പ്രവർത്തിക്കാതെ നടന്ന ആളെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് രോഗമെന്നൊക്കെ അയാൾക്കറിയാം, അയാളെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അയാൾക്ക് തോന്നൽ. അയാൾക്ക് എല്ലാ കഴിവും ഉണ്ടെന്നാണ് അയാൾ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ പഠിക്കാനുള്ള സംഗതി എന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ള സംഗതി, ശാരീരികം, മാനസികം, വൈകാരികം, നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ കസ്റ്റഡിയിലാക്കണം. നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ആ മൈൻഡിന് ഈ ജീവിതത്തെ ഒരു പർപ്പസ് ആണെന്നും ഒരു ആവശ്യമാണെന്നും അത് എൻ്റെ ആവശ്യമാണെന്നും മറ്റൊരാളുടെ ഇതിലല്ല, എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ഓരോരോ ആവശ്യം ഞാൻ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കും. ഇപ്പോൾ ബയോളജിക്കൽ നീഡ്സ്, അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അന്നന്നത്തെ ഭക്ഷണം, അത് സ്വന്തം നെറ്റിയിലെ വേർപ്പുകൊണ്ട് വേണമെന്നാണ് പറയണത്.
അഭിമാനമാണല്ലോ അത്. അപ്പോൾ അന്നന്നത്തെ ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ നമ്മൾ ഒരു കുടുംബത്തിലാണ് ജീവിക്കണമെങ്കിൽ അവിടെ സുരക്ഷിതത്വം ഉണ്ടാവണം, അവിടെ സ്നേഹം ഉണ്ടാവണം, അവിടെ നമ്മൾ പങ്കുവയ്ക്കലാണ്. അപ്പോൾ ഭക്ഷണം പങ്കുവയ്ക്കാം, സ്നേഹം പങ്കുവയ്ക്കാം, അവിടെ നമ്മൾ സുരക്ഷിതത്വം, ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സാമൂഹ്യമായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ നീഡ്സ്, നമുക്ക് ജീവിക്കാനുള്ള ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റും. നമ്മൾ ബ്രെയിൻ നമ്മുടെ കസ്റ്റഡിയിലാണെങ്കിൽ, നമ്മുടെ ചിന്തകളും തോന്നലും ഒക്കെ നമ്മുടെ കസ്റ്റഡിയിലാണെങ്കിൽ, അപ്പോൾ അന്നന്നത്തെ ജീവിതം, അതിൻ്റെ മുകളിൽ നമ്മൾ ആരാണെന്നുള്ള ധാരണ, ഗ്രൂപ്പ് ലൈഫ് ജീവിതം, കുടുംബജീവിതം ഒരു ഗ്രൂപ്പ് ലൈഫാണ് കേട്ടോ. ഗ്രൂപ്പ് ലൈഫിൽ ഗ്രൂപ്പിൻ്റെ ഓരോരോ ആവശ്യങ്ങളുണ്ട്, അത് പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ഷെയർ ചെയ്യുന്നില്ലേ, നമ്മൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നില്ലേ? ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്, പണം പങ്കുവയ്ക്കുന്നുണ്ട്, ഭക്ഷണം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഷെയറിങ്, സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ കൂടി നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ഈ സെൽഫിനെ കസ്റ്റഡിയിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. സെൽഫിനെ കസ്റ്റഡിയിലാക്കുന്ന എന്തിനു വേണ്ടിയാ? പ്രൊട്ടക്ഷൻ, സംരക്ഷണം, സുരക്ഷിതത്വം. അത് പേഴ്സണലായിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് നമ്മളെ ആവശ്യമുണ്ട്, നമ്മളെ സത്വം, ആ സത്വബോധത്തെ, തിരിച്ചറിവിന് ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിന് ജീവിക്കാനായിട്ട്. അപ്പോൾ വന്നാൽ അത് ഉണ്ടാക്കിയെടുക്കലാണ് പരിപാടി. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് ഒത്തിരി അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് സ്വഭാവമാറ്റം. സ്വഭാവമാറ്റത്തിൽ പടികളിലും പാരമ്പര്യങ്ങളിലൊക്കെ അത് എല്ലാം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പടികളിലും പാരമ്പര്യങ്ങളിലും ഈവൻ നമ്മൾ പ്രാർത്ഥനയിലും നമുക്ക് വേണ്ട അടിസ്ഥാന സ്വഭാവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രാർത്ഥന എല്ലാ ദിവസവും, ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയാറുണ്ട് ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം. ലോകത്തിൽ ഇത്രയും ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. ആ പ്രാർത്ഥനയുടെ അർത്ഥം പലപ്പോഴും പല ആൾക്കാരും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. കാരണം വളരെയധികം ഇൻഫർമേഷൻ അതിൽ കൂടി, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ലോകത്ത് ഇഷ്ടം പോലെ അതാണ് നിറഞ്ഞിരിക്കുന്നത്, മാറ്റുവാൻ പറ്റാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ ഏറ്റവും വലിയൊരു ദാർശനികനായിട്ടുള്ള ഒരാളുണ്ട്, ഈ നോബൽ സമ്മാനം കൊടുത്തിട്ട് മേടിക്കാത്ത ആളാണ് അയാളുടെ പേര് സാത്രെ എന്നൊക്കെ പറയും. ഫ്രഞ്ച് ഫിലോസഫറാണ് സാത്രെ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞേക്കുന്ന വാക്ക് ഇതാണ്: ഹെൽ ഈസ് ദി അതർ. നരകം എന്ന് പറഞ്ഞാൽ മറ്റവനാണ്, വേറൊരുത്തനാണ്. അപ്പം എനിക്കും നരകമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ജീവിക്കാനും പറ്റില്ല. എനിക്ക് നരകമാകാൻ പാടില്ല. ഭൂരിഭാഗം നരകം മറ്റുള്ളവരാണ്. എന്തൊക്കെ സംഗതി, ഏതൊക്കെ തരത്തിലാണ് നരകം ഉണ്ടാക്കുന്നവർ? അടിച്ചേൽപ്പിക്കുന്നു. അവൻ്റെയൊക്കെ ഇപ്പം അവൻ രാഷ്ട്രീയക്കാരനാണെങ്കിലും അവൻ്റെ രാഷ്ട്രീയ പ്രമാണങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കും. അവൻ ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ ആളാണെങ്കിൽ അതൊക്കെ അടിച്ചേൽപ്പിക്കും. അത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വജനപക്ഷപാതത്തിൻ്റെ ആളാണെങ്കിൽ അവൻ അത് അടിച്ചേൽപ്പിക്കും. അപ്പോൾ അവനല്ലേ നരകം. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. ഹെൽ ഈസ് ദി അതർ എന്ന് പറഞ്ഞാൽ മറ്റവനാണ് നരകം. നമ്മൾ സ്വയം നമുക്ക് നരകമാകാൻ പാടില്ല, പിന്നെ ജീവിതമില്ലല്ലോ. അപ്പോൾ ആൽക്കഹോളിസത്തിൽ പറ്റുന്ന സംഭവം അതാണ്. ഇതിലിപ്പോൾ ലോകത്തിലുള്ള സാധാരണ ബുദ്ധിയുള്ളവരും സാധാരണ ആൾക്കാരൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുവാണ്. ഇങ്ങനെ
ആ, ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പം ഞാനീ പറയുന്നൊന്നും സ്വീകരിക്കാത്ത ആളാണെങ്കിൽ അതൊക്കെ വെറും ഇതായിട്ട് ബോഷ്കായിട്ട് തള്ളിക്കളയില്ലേ. അയാൾക്കത് അയാളുടെ മനസ്സിൽ കൂടി അയാളുടെ ബുദ്ധിശക്തിയിൽ കൂടി അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ മാത്രമേ അയാൾ സ്വീകരിക്കുള്ളൂ. അപ്പോൾ വേർതിരിച്ചറിയുവാനുള്ള വിവേകം അത് ഒരു ആവശ്യമായിട്ട് വരും. അത് അയാൾക്ക് സ്വന്തമായിട്ട് വേണം, അല്ലേ? മറ്റുള്ള ഒരാൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നടക്കുന്ന കാര്യങ്ങളെ മാറ്റുവാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് കേൾക്കുക, സ്വീകരിക്കണം വേണ്ടത് നമ്മളാണല്ലോ തീരുമാനിക്കണം. മാറ്റുവാൻ പറ്റാത്തവയെ അത് നമ്മൾ തൽക്കാലം കേൾക്കണത്, മനസ്സിലാക്കണം. മനസ്സിലാക്കി അവൻ എന്താ പറയണമെന്ന് അറിയണം. അപ്പോൾ നമുക്ക് മാറ്റുവാൻ പറ്റാത്ത നമുക്ക് വെറുപ്പുണ്ടാകാം. അപ്പം അതിനൊക്കെ ആ വെറുപ്പുണ്ടെങ്കിലോ നമ്മൾ തർക്ക വിഷയത്തിലേക്ക് പോയി പിന്നെ അത് തർക്കിച്ചുകൊണ്ടിരിക്കും. അതാണ് തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് പറയും. അപ്പോൾ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക. നമുക്ക് ചെയ്യാൻ പ്രാപ്തി കഴിവ് ഉള്ളത് ഒറ്റ കാര്യമുള്ളൂ, സ്വന്തമായിട്ട് മാറ്റുക. എൻ്റെ സ്വന്തം കാര്യത്തെ മാറ്റുക, എനിക്ക് വേണ്ടി ഞാൻ മാറ്റുക. അതാണ് ഉൾക്കാഴ്ച എന്നൊക്കെ പറയണത്. മാറ്റുവാൻ പറ്റുന്ന എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ മാറ്റും, എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഇതിന് ശരിക്കും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനെന്താ വേണ്ടത്? ഈ രണ്ട് കാര്യങ്ങളും രണ്ടായിട്ട് മനസ്സിലാക്കണമെങ്കിലും എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ മാറ്റണമെങ്കിലും എനിക്ക് എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന് ധൈര്യം, കറേജ് ടു ചേഞ്ച്. മാറാനുള്ള ധൈര്യം വേണം. പല ആൾക്കാരും മാറാൻ മദ്യവും മറ്റു ലഹരികൾ അങ്ങ് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അതൊരു സ്വഭാവമാണ്. പിടിച്ചു വലിക്കുക എന്നുള്ളത് അതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആ പിടിച്ചു വലി ഇല്ലാതിരിക്കണം. അത് ശരിക്കും മനസ്സിലാക്കാനുള്ളൊരു തലച്ചോറിൻ്റെ കഴിവുകൊണ്ടാണ് അത് രക്ഷപ്പെടുന്നത് നമുക്ക്. അതിലാണ് ധൈര്യം വരുന്നത്. ധൈര്യവും വേർതിരിച്ചറിയാനുള്ള വിവേകം ബുദ്ധിശക്തി. അപ്പോൾ ബുദ്ധിശക്തിയും ധൈര്യം കൊണ്ടാണ് നമ്മളെ മാറ്റുന്നത്. ഈ പ്രോഗ്രാമിൽ ഇത്രയും ഭംഗിയായിട്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു പുരോഹിതന്മാരുടെ അടുത്തുനിന്നോ പുണ്യപുരാണ പുസ്തകങ്ങളിൽ നിന്നോ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടോ? ഇത്ര ഭയങ്കര വളരെ വളരെ ഡീപ്പായിട്ടുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ. അതാണ് നമ്മളെ പ്രെയർ. ആ പ്രെയർ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു സംഘർഷത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രെയറാണ്. അവനവന് വേണ്ട ഒരു പ്രെയറാണത്. അതുപോലെ 12 പടികൾ, ഓരോ പടിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടി നിങ്ങൾക്ക് സ്വയം വ്യാഖ്യാനിക്കാം, സ്വയം അർത്ഥം മനസ്സിലാക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് മനുഷ്യരാശി തുടക്കം മുതലേ മനസ്സിലാക്കിയിട്ടുള്ള പൊതുവായ കാര്യങ്ങൾ, ചില ദർശനങ്ങളൊക്കെയാണ്. അതിൽ ചില മതങ്ങളുടെയൊക്കെ സംഗതികളൊക്കെ ഉണ്ടാവാം. മതങ്ങൾ പറഞ്ഞിട്ടുള്ള മതാതീതമായ കാര്യങ്ങളാണ്. മതങ്ങൾ പറഞ്ഞിട്ടുള്ളത് പല സെൽഫിഷായിട്ടുള്ള സ്വാർത്ഥതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില മതങ്ങൾക്ക് മറ്റു മതങ്ങളെ ഇഷ്ടമല്ല, അതിൻ്റെ കുറ്റങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇതങ്ങനെയല്ല. നമ്മൾ ഈ 12 പടികളിലുള്ളത് എല്ലാവർക്കും പൊരുത്തപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഒന്നാമത്തെ പടിയെ തന്നെ നമ്മൾ വ്യാഖ്യാനിച്ച് നോക്കുക. ഒന്നാമത്തെ, മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിൻ്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നാർക്കോട്ടിക് ആയിട്ടുള്ള ലഹരി വസ്തുവിൻ്റെ മുമ്പിൽ ശക്തിഹീനരാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ അതിൻ്റെ കാരണം പറയുന്നുണ്ട്, അതിൻ്റെ എവിഡൻസ് പറയുന്നുണ്ട്, തെളിവ് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ശക്തിഹീനരാണ്. കാരണം ജീവിതം അനിയന്ത്രിതമായി പോയി.
അതിൻ്റെ ഉള്ളിൽ ജീവിച്ചപ്പോൾ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റാത്ത രീതിയിൽ ആയി മാറിപ്പോയി. അൺമാനേജബിൾ, അൺകൺട്രോളബിൾ. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായി. അതൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിലുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രൂത്ത് വാല്യൂ എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ എല്ലാ പടിയും പറയുന്നില്ല. അപ്പോൾ ഈ ഒന്നാമത്തെ പടി, അത് നമ്മുടെ തലച്ചോറ് ഈ പ്രോഗ്രാം അത് ബെറ്ററായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നതിന് ശേഷം ഈ ഒന്നാം പടിയൊക്കെ നമുക്ക് സ്വീകരിക്കാം. അതാണ് 90 ദിവസത്തെ മീറ്റിങ്ങിൽ കൂടി ഈ പടികളും പാരമ്പര്യങ്ങളും ഈ പ്രോഗ്രാം എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. മനോഹരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ട എല്ലാ സംഗതികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നാലാമത്തെ പടി എടുത്ത് നോക്കുക. നാലാമത്തെ പടി ഇപ്പോൾ പറയുന്ന നാലാമത്തെ പടി ആരെങ്കിലും ഒന്ന് പറഞ്ഞ്. നാലാമത്തെ പടി അതിസൂക്ഷ്മതയും ഭയം കൂടാതെയും താങ്കളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തും. കറക്റ്റ്. അതിസൂക്ഷ്മത. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ ഓർക്കണം. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. ഓരോ വാക്കും വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്താണ് ഈ അതിസൂക്ഷ്മത? നമ്മൾ മദ്യാസക്തി എന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ് നമ്മൾ പറഞ്ഞു. ഈ അഡിക്ഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അതിസൂക്ഷ്മത. നമ്മൾക്ക് വേണ്ടി സത്യസന്ധനായിരിക്കണം, നമ്മളോട് സത്യസന്ധനായിരിക്കണം. നമ്മളെ ചതിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ചതിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിശക്തി പോയി, നമുക്ക് എന്തോ മാരകമായിട്ടുള്ള ഒരു അവസ്ഥ വരാൻ പോവാണ്. അയാളെ തന്നെ ഉപദ്രവിക്കാൻ പോവാണെങ്കിൽ അയാൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലേ? അപ്പോൾ അതിസൂക്ഷ്മത എന്ന് പറയുന്നത് കൂടുതലും ഈ സൂക്ഷ്മത, ഈ അഡിക്ഷൻ, ഈ രോഗത്തിൽ നഷ്ടപ്പെടുന്നത് സത്യം പറയുന്നതിലാണ്. സത്യം പറയുന്നതിലും സത്യം പ്രവർത്തിക്കുന്നതിലും സൂക്ഷ്മത ഉണ്ടാവില്ല. അപ്പോൾ മദ്യം കഴിച്ചിട്ട് മദ്യം കഴിച്ചില്ലെന്ന് പറയാം, നിഷേധിക്കാം, അല്ല ഇത്രയേ കഴിച്ചുള്ളൂ എന്ന് പറയാം. അപ്പോൾ അവിടെ അതിസൂക്ഷ്മത വേണം. അതിസൂക്ഷ്മത. അപ്പോൾ ഈ അതിസൂക്ഷ്മത ഉണ്ടെങ്കിൽ, ഞാൻ എന്നോട് സത്യസന്ധനാണെങ്കിൽ ഞാൻ നുണ പറയുന്നു എന്നുള്ള ഭയം എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഭയത്തിൻ്റെ ആവശ്യമില്ലാതായി. അപ്പോൾ നാലാമത്തെ പടി എന്തും മനോഹരമാണെന്ന് നോക്കുക. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. എൻ്റെ സത്യസന്ധത, എൻ്റെ പ്രവൃത്തികളെയൊക്കെ എനിക്ക് വിലയിരുത്താൻ പറ്റും. അതാണ് എൻ്റെ ധാർമ്മികത. അതിനെ എനിക്ക് വിലയിരുത്തണമെങ്കിൽ എന്ത് വേണം? ഞാൻ എന്നോട് തന്നെ സത്യസന്ധനായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിസൂക്ഷ്മതയാണത്. എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ആ നാലാമത്തെ പടിയെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട വിവരമാണത്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷനെ നേരിടുമ്പോഴും നമുക്ക് വേണ്ട എന്താണ്? നമ്മളോടുള്ള ഓണസ്റ്റി, സത്യസന്ധത. നമ്മൾക്ക് വേണ്ടി സത്യസന്ധത എടുക്കുക, അല്ല വേറൊരാളെ ബോധ്യപ്പെടുത്താനല്ല. അതുപോലെ ഈ ഓണസ്റ്റിയോട് കൂടി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വി ബിക്കം ഇൻ്റലിജൻറ്റ്. നമ്മൾ ബുദ്ധിയുള്ള ഒരാളായി മാറുന്നു. പലപ്പോഴും മദ്യാസക്തി മറ്റ് ലഹരി രോഗങ്ങൾക്ക് ഒരു പ്രത്യേകത, കുട്ടികളിൽ അത് വളരെ പ്രത്യേകിച്ചുണ്ടാകും. അവർ മെച്യൂരിറ്റി, പക്വതയില്ലാത്ത ഒരു സ്വഭാവ രീതി സ്വീകരിക്കുന്നു. പക്വതയില്ലാത്ത, അവരുടെ പ്രായത്തിനും അവരുടെ ചുറ്റുപാടിൻ്റെ അനുസരിച്ചുള്ള ഒരു പക്വത ഇല്ലാത്ത ഇമ്മെച്യൂരിറ്റി എന്ന് പറയും. ഈ പ്രായമായ ആളുകളും ചിലപ്പോൾ ഈ മദ്യം മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് മെച്യൂരിറ്റി ആയിട്ടുള്ള പ്രവൃത്തിയില്ല, സ്വഭാവമില്ല, സംസാരമില്ല. ഇമ്മെച്യൂർ ആയിട്ടുള്ള സംസാരങ്ങൾ, പ്രവൃത്തികൾ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ അങ്ങനെയായി മാറുന്നുണ്ട്. അതിന് നിയോട്ടോണി എന്നൊക്കെ,
ചില ദാരിദ്ര്യമുള്ള കുടുംബത്തിലെ കുട്ടികളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും പെട്ടെന്ന് ഒരച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ചെറുപ്പത്തിൽ തന്നെ ജോലിയൊക്കെ ചെയ്യുക, അത് മനസ്സിലാക്കുക, പഠിക്കുക, പഠിച്ചിട്ട് ഒരു പക്വത ഉള്ള ആളുകളെ പോലെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ജീവിതം അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ജീവിതം പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല, ജീവിതം ഇമ്മച്വറായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു ഉദാഹരണം, ഈവൻ പക്ഷികൾ പോലും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഈ പക്വത ഉണ്ടാക്കാൻ ശീലിപ്പിക്കുന്നുണ്ട്. പക്വതയും പ്രവൃത്തി പഠിപ്പിക്കുന്നുണ്ട്, നേരത്തെ തന്നെ പഠിപ്പിക്കും. ഇപ്പോൾ കോഴിയാകട്ടെ, കോഴി കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പ്രത്യേക ശബ്ദം ഉണ്ടാക്കി വിളിച്ചു കൂട്ടി ചെകഞ്ഞിട്ട് അവിടെ ഈ ചെറിയ പുഴുക്കൾ, ജീവികൾ അതിനെയൊക്കെ കൊത്തി തിന്നാൻ പഠിപ്പിക്കും. കുറേ നാൾ അത് ട്രെയിനിങ് ആണ്. ഇത് ഈ മനുഷ്യന്റെ തലച്ചോറിന് ഒരു പ്രത്യേക സംഗതിയാണ് ട്രെയിനിങ്. ഇറ്റ് ക്യാൻ ബി ട്രെയിൻഡ് നൈസ്. അതിനെ വളരെ നന്നായിട്ട് ട്രെയിനിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. മനുഷ്യന്റെ തലച്ചോറിന് ക്യാൻ ബി ട്രെയിൻഡ് നൈസ്. അങ്ങനെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആവുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മറ്റു ലഹരികൾ ഉപയോഗിച്ച അതികഠിനമായ ലഹരികൾ ഉപയോഗിക്കുന്ന ആൾക്കാരും, ഇവൻ മദ്യം തന്നെ അതികഠിനമായ ലഹരി ഉണ്ടാക്കുന്നത് എല്ലാ അവയവങ്ങളിലും കയറി ഇറങ്ങുന്ന ഒരു സാധനമാണല്ലോ. ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഈ ബിഹേവിയർ ഉണ്ടല്ലോ, എത്ര ക്രിമിനൽ ബിഹേവിയറും ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ്. ഈ സാഡിസം എന്ന് പറഞ്ഞാൽ വേദനിപ്പിച്ച് സന്തോഷിക്കുക. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഉപദ്രവങ്ങൾ കൊണ്ട് അങ്ങനെ സാഡിസം ഉണ്ടാക്കുക. ഇതൊക്കെ ഫോറൻസിക് മെഡിസിനിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫോറൻസിക് മെഡിസിനിൽ അതുപോലെ ഡെത്തായ ബോഡിയെ, ഒരു ശവത്തിനെ അതിനെ ഭോഗിക്കുക, അതിനോട് ഒരു ശവത്തിനോട് പോലും ഭയങ്കരമായിട്ട് അതിനെ മുറിവേൽപ്പിക്കുക. ഇതൊക്കെ ഭയങ്കര അങ്ങേയറ്റത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ്. ഇതൊക്കെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. മദ്യപാനത്തിലും മറ്റ് ലഹരി വസ്തുക്കളും മാരകമായിട്ടുള്ള നാർക്കോട്ടിക്സിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. അവരൊക്കെ ഫോറൻസിക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫോറൻസിക്കിൻ്റെ ഈ കാര്യങ്ങൾ മനസ്സിലായാൽ ക്രിമിനോളജി എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെയുണ്ട് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങേയറ്റത്തെ ഇമ്മച്യൂരിറ്റി, പക്വതയില്ലായ്മ, ജീവിതത്തെ പഠിക്കാതിരിക്കുക, മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരസ്പരം എന്നുള്ള സംഗതി തന്നെ വിട്ടുപോവുക. പരസ്പരം എന്ന് പറഞ്ഞ സംഗതി ഇപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് ഉടനെ പാരനോയിഡായിട്ട് മാറുകയാണ്. പാരനോയിഡ് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ശത്രു, അവനെ കൊല്ലണം, അവൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് അവനെ ഞാൻ കൊല്ലണം. ഇങ്ങനത്തെയുള്ള ആശയങ്ങളൊക്കെ, ഭീകരമായ ആശയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സിനിമകളിൽ കൂടി ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ പകർത്തി വിടുക. ആ സിനിമകളൊക്കെ കാണാൻ ആളുകൾ എന്താണ് എന്നൊക്കെ അറിയാതെ കുട്ടികളൊക്കെ കൊണ്ട് പാഞ്ഞ് ആ സിനിമകളൊക്കെ കാണാൻ പോവുക. ആ രംഗങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിൽ വരിക. ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. വളരെ അതിഭീകരമാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും അതിനെ പറ്റിയൊക്കെയുള്ള അതിൻ്റെ ക്രൈം ഉണ്ടാക്കുന്നതൊക്കെയുള്ള സിനിമകൾ ധാരാളം കുട്ടികളിലേക്ക് എത്തിയിട്ട് പല കുട്ടികൾക്കും അതെന്തൊരു പ്രത്യേക പ്ലഷർ ഉണ്ടാക്കുന്ന സംഗതികളാണെന്നൊക്കെ വിചാരിച്ച് എത്ര കുട്ടികളുടെ സൂയിസൈഡ് കൂടുതലാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. 12 വയസ്സിനും 24 വയസ്സ് ഇടയ്ക്കുള്ള കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തിയ ഈ പെൺകുട്ടികൾ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഇമ്മച്യൂരിറ്റി, പക്വതയില്ലായ്മ കൂടുതൽ ഉള്ള ഇതാണ് പെൺകുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ സൂയിസൈഡ് ഭയങ്കര കൂടുതലാണെന്ന് ഭയങ്കര റിപ്പോർട്ടുണ്ട് ഇപ്പോൾ. ഒരു ഗവേഷണത്തിൽ അവർ പറയുന്നു ഭയങ്കരമായിട്ടുള്ള സൂയിസൈഡൽ ഡെത്ത് ഇങ്ങനെയുള്ള ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായ പ്രോഗ്രാമാണ്.
ഇതിൽ പടികളും പാരമ്പര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും, എട്ടാമത്തെ പടി ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. എട്ടാമത്തെ പടി വളരെ ഗംഭീരമായ പടിയാണ്. ഗ്രൂപ്പ് ലൈഫ്, ഗ്രൂപ്പ് ജീവിതം. ഒരു ഗ്രൂപ്പിലുള്ള ആൾക്ക്, നമ്മുടെ വീട് ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്രൂപ്പാണ്. അപ്പം ഒരു ഗ്രൂപ്പിലെ സർവൈവലിന് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ എട്ടാമത്തെ പടി. എട്ടാമത്തെ പടി ഒരാൾ പറഞ്ഞോളൂ. ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു ഗ്രൂപ്പ് ലൈഫ്, ഒരു ഫാമിലി ലൈഫ്. അത് ഫാമിലി ആകാം, ഫ്രണ്ട്ഷിപ്പ് ആകാം, എല്ലാം ഗ്രൂപ്പ് ലൈഫാണ്. ആ ഗ്രൂപ്പ് ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഉപദ്രവത്തിൽ നിന്ന് ഉള്ള മാനസിക സംഘർഷം. ആ ഉപദ്രവം വാക്കുകളുണ്ടാകാം, അല്ലെങ്കിൽ അവഹേളനങ്ങൾ കൊണ്ടാകാം, അസഭ്യങ്ങൾ കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരാളെ അടിമയാക്കാനുള്ള ഇതിൽ നിന്നുണ്ടാകാം, അയാളുടെ വ്യക്തിത്വത്തെ താഴ്ത്തി കെട്ടി പറഞ്ഞിട്ട് ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ട് ഒരാളെ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും. ഉപദ്രവം പല റേഞ്ചിലുള്ള ഉപദ്രവമുണ്ട്. എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു അങ്ങനെ? അങ്ങനെ അതിലുള്ള മരുന്നും ഈ സ്റ്റെപ്പ് നമ്മളെ പടികളിൽ തന്നെ ഉണ്ട്. എന്താണ് ഉപദ്രവിക്കാൻ? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഉപദ്രവത്തിൽ ഒരു അഹന്ത, ഈഗോ, ഞാൻ സുപ്പീരിയർ, ഞാൻ കേമൻ എന്നുള്ള ഈഗോ, വിനയമില്ലായ്മ. എന്താണ് നമ്മളുടെ ബന്ധം, അതിനെപ്പറ്റിയുള്ള ഒരു ധാരണയില്ലായ്മ, ബന്ധത്തിൻ്റെ ശക്തിയെപ്പറ്റി അതൊരു ധാരണയില്ലായ്മ, സ്നേഹമില്ലായ്മ, അതുപോലെ ക്രിമിനാലിറ്റി, ഇതൊക്കെ ഉപദ്രവം ഉണ്ടാക്കും. അതൊക്കെ മദ്യവും മറ്റ് ലഹരികൾ ഉപയോഗിച്ചാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിലേക്ക് അതൊക്കെ വരും. ഐ ഹാവ് എ ത്രിൽ ടു കിൽ എന്നാണ് 2 കുട്ടികൾ പറഞ്ഞത്. എന്താണ് ആ കുട്ടികൾ, അമേരിക്കയിലെ കുട്ടികൾ, അവരുടെ തൂക്കുമായിട്ട് ചെന്നിട്ട് സ്വന്തം ക്ലാസ്സിലെ കുട്ടികളെ, അധ്യാപകരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തി. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് പറഞ്ഞ ഐ ഹാവ് ഗോട്ട് എ ത്രിൽ ടു കിൽ എന്നാണ്. എനിക്ക് കൊലപാതകം നടത്താനുള്ള ഒരു ത്രില്ലുണ്ടെന്നാണ്, ഒരു അഭിനിവേശം. അത് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ അത് എന്തെല്ലാമാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ മനസ്സിൻ്റെ, ബ്രെയിനിൻ്റെ പ്രവർത്തനം പോകുന്നത് നോക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ സ്നേഹം എന്താണെന്ന് നമുക്ക് ചെറുതിലേ മുതൽ നമ്മൾ ട്രെയിനിങ് വേണം. ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടി ഒരു ഭക്ഷണ സാധനം എടുത്ത്, ഒരു പഴം എടുത്ത് അതിൻ്റെ അടുത്തിരിക്കുന്ന വേറൊരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിലോ, അത് ഭയങ്കര ഒരു ട്രെയിനിങ്ങാണ്. ഒരു ഭയങ്കര അതൊരു സ്വന്തമായിട്ട് അത് മനസ്സിലാക്കിയ ഒരു സംഗതിയാണ്. ഒരു മോറൽ ഇതാണ്, ഒരു സഹാനുഭൂതി, സ്നേഹം, അതിൻ്റെയൊക്കെ എവിഡൻസാണത്. ഒരു തിന്നാനുള്ള സാധനമാണെന്നും അതെടുത്ത് മറ്റേയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ കളിപ്പാട്ടം വീണ് പോകുമ്പോൾ ആ കളിപ്പാട്ടം എടുത്തു കൊടുക്കുക. ഇതൊക്കെ ഉണ്ട്, കുട്ടികളുടെ ഉള്ളിൽ അതൊക്കെ ഉണ്ട്. അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഒരാൾക്ക് ഭക്ഷണം എടുത്ത് വേറെ കുട്ടിക്ക് കൊടുപ്പിക്കാം. ഇറ്റ്സ് എ ട്രെയിനിങ്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഉപദ്രവം ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ആളുകളുടെ മനസ്സ് അൺസ്റ്റേബിളാവും. ആ ചിന്തകൾ, തോന്നലുകളൊക്കെ, ഇമോഷൻസൊക്കെ ഡിസ്റ്റർബ്ഡാവും. അത് ആരാണോ അത് ചെയ്ത ആൾ, ആർക്കാണോ അത് അനുഭവപ്പെട്ട്, 2 പേർക്ക് ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഉപദ്രവിച്ചവർ പട്ടിക തയ്യാറാക്കി പരിഹാരം വെറും 2 സിമ്പിൾ വേർഡാണ്. എന്താണ്?
എനിക്ക് തെറ്റുപറ്റി, ഐ വാസ് റോങ്, എനിക്ക് തെറ്റുപറ്റി എന്നുള്ള 2 വാക്കുകൊണ്ടല്ലോ എന്താണ് അത്ഭുതം നടക്കണമെന്നറിയോ? അവിടെ ഭയങ്കരമായിട്ടുള്ള മാനസികമായ മാറ്റങ്ങൾ 2 പേരിലും സംഭവിക്കുകയാണ്. അത് ശരീരം കൊണ്ട് അവർ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായി. അവർ അങ്ങനെ പറഞ്ഞ് ആലിംഗനം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായ മാറ്റം ഉണ്ടാക്കും. അത് വെറും ഒരു പ്രകടനമല്ലെന്നും അത് യാഥാർത്ഥ്യമാണെന്നും മനസ്സുകൊണ്ട് അത് ശരിയായി എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ സംഭവമാണത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലുള്ള വലിയൊരു സംഭവമാണത്. അപ്പോൾ കുഴപ്പം പിടിച്ച ഒരു മനസ്സാണ്, ആൽക്കഹോളിസത്തിൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പം പിടിച്ചൊരു മനസ്സാണ്. അതിൻ്റെ ഏറ്റവും വലിയ മരുന്നാണത്. ഒരു ഫസ്റ്റ് എയ്ഡാണത്. ഫസ്റ്റ് എയ്ഡ് മാത്രമല്ല, അതൊരു സ്ഥിരം ഒരു മരുന്നായിട്ട് മാറുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ 12ാമത്തെ പടിയിൽ നമ്മൾ ഈ പ്രോഗ്രാം ആത്മീയതയിൽ ഉറപ്പിച്ചു വെച്ചേക്കുവാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു എവിഡൻസ് ആണത്. നമ്മൾ ആത്മീയതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, നമ്മൾ സ്വയം മാറ്റുന്നു, സ്വയം ഉപദ്രവത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അതിന് മറ്റുള്ളവരെ സഹായിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു വലിയ ഒരു മഹത്തായ ഒരു പരിപാടിയാണത്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും സ്പിരിച്വാലിറ്റി, ആത്മീയത എന്നുള്ളത് ഒരു കടമ, ഒരു കരുണ, ഒരു സ്നേഹം, ഒരു സഹാനുഭൂതി ഒക്കെ ആയിട്ട് മാറുമ്പോൾ അത് 12 സ്റ്റെപ്പായി മാറും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോഗ്രാം വളരെ മഹത്തായ ഒരു പ്രോഗ്രാമാണെന്നും ഏറ്റവും മാരകമായ രോഗത്തിൻ്റെ ഏറ്റവും ലളിതമായ ഒരു ചികിത്സയാണെന്നും ഇതിൽ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലാക്കാൻ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. 11